वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरे कृष्ण। ഭഗവത്ഗീത യഥാരൂപം അധ്യായം 14 ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ ശ്ലോകം 26-27. ശ്ലോകം 26. മാം അവ്യഭിചാരേണ व्यभिचारेण ഭക്തിയോഗേന സേവതേ सेवते സഗുണാൻ सगुणान् സമധീതൈതാൻ समधीतैतान् ബ്രഹ്മഭൂയായ ब्रह्मभूयाय കൽപ്പതേ. कल्पते। മാം ചായ അവ്യഭിചാരേണ मां च व्यभिचारेण ഭക്തിയോഗേന സേവതേ भक्तियोगेन सेवते സഗുണാൻ സമധീതൈതാൻ समधीतैतान् ബ്രഹ്മഭൂയായ കൽപ്പതേ. ब्रह्मभूयाय कल्पते। മാം ചായ അവ്യഭിചാരേണ मां च व्यभिचारेण ഭക്തിയോഗേന സേവതേ भक्तियोगेन सेवते സഗുണാൻ സമധീതൈതാൻ समधीतैतान् ബ്രഹ്മഭൂയായ കൽപ്പതേ. कल्पते। മാം ചയോ അവ്യഭിചാരേണ मां च व्यभिचारेण ഭക്തിയോഗേന സേവതേ भक्तियोगेन सेवते സഗുണാൻ സമധീതൈതാൻ सगुणसमन्वितान् ബ്രഹ്മഭൂയായ കൽപ്പതേ. ब्रह्मभूयाय कल्पते। ശൈലജമാതി മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യണം. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതി വാസുദേവായ. മാം ചയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമധീതൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. പദാർത്ഥം: യാതൊരുവൻ മാം എന്നെ വ്യഭിചാരേണ വ്യതിചലിക്കാത്ത ഭക്തിയോഗേന ഭക്തിയുത സേവനത്തോടുകൂടി സേവതേച്ച സേവിക്കുകയും ചെയ്യുന്നു. സഹ അവൻ ഏതാൻ ഗുണാൻ ഈ ഗുണങ്ങളെ സമതീത്യ അതിക്രമിച്ചിട്ട് ബ്രഹ്മഭൂയായ ബ്രഹ്മപദത്തിലേക്ക് ഉയരുവാൻ കൽപ്പതേ യോഗ്യനായി ഭവിക്കുന്നു, ആയിത്തീരുന്നു. വിവർത്തനം: ഏത് പരിതസ്ഥിതിയിലും തിരക്കാതെ ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിൽ എത്താം. ഭാവാർത്ഥം: ഭക്തിവേദാന്ത സ്വാമി ശ്രീ ശീല പ്രഭുപാദ് കി ജയ്. അർജുനന്റെ മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ശ്ലോകം. അതീന്ദ്രിയാവസ്ഥയിൽ എങ്ങനെ എത്തിച്ചേരുന്നു എന്നാണല്ലോ ചോദ്യം. മുമ്പ് പറഞ്ഞതുപോലെ ഭൗതിക ലോകം പ്രകൃതിയിലെ ത്രിഗുണങ്ങൾക്ക് വഴങ്ങിയാണ് പ്രവർത്തിച്ചു പോരുന്നത്. ഈ പ്രകൃതി ഗുണങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മെ അലട്ടാതെ നോക്കണം. അവയിൽ മനസ്സ് വെക്കുന്നതിന് പകരം കൃഷ്ണകർമ്മങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുക. കൃഷ്ണകർമ്മങ്ങൾ എന്നാൽ ഭക്തിയോഗം സദാ കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുക. കൃഷ്ണന് മാത്രമല്ല, ഭഗവാന്റെ വിവിധ വിസ്തരണ മൂർത്തികളായ രാമൻ, നാരായണൻ മുതലായവർക്ക് അർപ്പിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടും. ഭഗവാന്റെ രൂപവിസ്തരണങ്ങൾക്കെണ്ണമില്ല. കൃഷ്ണ സേവനത്തിലോ കൃഷ്ണന്റെ രൂപവിസ്തരണങ്ങളുടെ സേവനത്തിലോ ഏർപ്പെടുന്ന വ്യക്തി ഗുണാതീതനാണ്. കൃഷ്ണന്റെ മൂർത്തിഭേദങ്ങളെല്ലാം തികച്ചും അതീന്ദ്രിയങ്ങളും സച്ചിദാനന്ദാത്മകങ്ങളും ആണ്. സർവശക്തരും സർവസാക്ഷികളും ആണ് അവരെല്ലാം. ആധ്യാത്മിക ഗുണസമ്പന്നരും കൃഷ്ണന്റെയോ അദ്ദേഹത്തിന്റെ സമഗ്രമായ വിസ്തരണങ്ങളുടെയോ സേവനത്തിൽ ഏർപ്പെടുന്ന സ്ഥിര നിശ്ചയനായ മനുഷ്യന് അദമ്യ ശക്തിയുള്ളവയെങ്കിലും പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ നിഷ്പ്രയാസം ജയിക്കാൻ കഴിയും. 7-ാം അധ്യായത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. കൃഷ്ണന് ആത്മാർപ്പണം ചെയ്യുന്നവന് പ്രകൃതി ഗുണങ്ങളെ വേഗത്തിൽ അതിക്രമിക്കാം. കൃഷ്ണാവബോധം ഉദിക്കുക അഥവാ ഭക്തിപൂർവ്വം ഭഗവത് സേവനം ചെയ്യുക എന്നാൽ കൃഷ്ണനോട് തുല്യത നേടുക എന്നാണ് അർത്ഥം. തന്റെ ഭാവം സച്ചിദാനന്ദാത്മകമാണെന്ന് ഭഗവാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. സ്വർണശകലങ്ങൾ സ്വർണ്ണഖനിയുടെ അംശങ്ങൾ എന്നതുപോലെ ജീവസത്തകൾ ഭവദംശങ്ങളാണ്.
ഇങ്ങനെ ജീവസത്ത ആധ്യാത്മിക തലത്തിൽ സ്വർണത്തെ പോലെയും ഗുണത്തിൽ കൃഷ്ണനെ പോലെയും ആണ്. വ്യക്തി എന്ന ഭേദഭാവം തുടർന്നു പോരുന്നു. അതില്ലെങ്കിൽ ഭക്തിയോഗത്തിന്റെ പ്രശ്നമേ ഇല്ലല്ലോ. ഭക്തിയോഗത്തിന് ഭഗവാൻ വേണം, ഭക്തൻ വേണം. അവർക്ക് തമ്മിൽ പരസ്പര പ്രേമവും ഉണ്ടാകണം. അപ്പോൾ ഭഗവാനിലും ഭക്തനിലും വെവ്വേറെ വ്യക്തിസത്തകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഭക്തിയോഗത്തിന് അർത്ഥമെന്ത്? സർവേശ്വരന്റേതായ അതീന്ദ്രിയാവസ്ഥയിൽ നിലകൊള്ളുന്നവർക്കേ അവിടുത്തെ സേവിക്കാൻ കഴിയൂ. രാജാവിന്റെ സഹായിയാവാൻ ഉദ്യമിക്കുന്ന ഒരാൾ അതിനു വേണ്ടുന്ന ഗുണവിശേഷങ്ങൾ നേടണം. അതുപോലെ ബ്രഹ്മനിഷ്ഠനാവുക എന്നതാണ് ഇതിനുള്ള യോഗ്യത. അല്ലെങ്കിൽ ഭൗതികങ്ങളായ കൽമഷങ്ങളിൽ നിന്ന് സ്വയം മോചിതനാവുക. ബ്രഹ്മവാസൻ, ബ്രഹ്മാദ്യോതി എന്ന വൈദിക സാഹിത്യം പരബ്രഹ്മക്ക് സ്വയം ബ്രഹ്മനാകണം. ഗുണം കൊണ്ട് ഒരാൾ ബ്രഹ്മനാകണമെന്ന അർത്ഥം. വ്യക്തിഗതാത്മാവെന്ന നിലയിൽ തന്റെ ശാശ്വതമായ ബ്രഹ്മൻ എന്ന ഭാവം ബ്രഹ്മപ്രാപ്തിയിലും ഒരാൾക്ക് നഷ്ടമാകുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 27. ബ്രഹ്മണോ പ്രതിഷ്ഠ അമൃതസ്യ അവ്യയസ്യ ശാശ്വതസ്യ ധർമ്മസ്യ സുഖസൈകാന്തികസ്യ ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യാഭ്യസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസൈകാന്തികസ്യ ച ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യാഭ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസൈകാന്തികസ്യ ച ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യാഭ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസൈകാന്തികസ്യ ച. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യാവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസൈകാന്തികസ്യ ച. ഹി തീർച്ചയായും, അഹം ഞാൻ, അമൃതസ്യ അനശ്വരവും, അവ്യയസ്യ ച അനശ്വരവും, ശാശ്വതസ്യ ശാശ്വതവുമായ, ഐകാന്തികസ്യ സുഖസ്യ ച പരമമായ സുഖത്തിന്റെ, ധർമ്മസ്യ ച ധർമ്മത്തിന്റെയും, സഹജ സ്ഥാനത്തിന്റെ, ബ്രഹ്മണ വ്യക്തിശൂന്യ ബ്രഹ്മജ്യോതിയുടെ പ്രതിഷ്ഠ അധിഷ്ഠാനം അസ്മി ഞാനാകുന്നു. അമൃതവും വിവർത്തനം വഴി ഭക്തിവേദാന്ത സ്വാമി പ്രഭുവാദിക്ക്. അമൃതവും അക്ഷയവും ശാശ്വതവും ആത്യന്തിക സുഖത്തിന്റെ മൂലസ്ഥാനവുമായ വ്യക്തി ശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനവും ഞാൻ തന്നെ. ഭാവാർത്ഥം ബൈ ഭക്തിവേദാന്ത സ്വാമി പ്രഭുവാദിക്ക്. ബ്രഹ്മത്തിന്റെ നൈസർഗിക സ്വഭാവങ്ങളാണ് അമൃതത്വവും അക്ഷയത്വവും ആനന്ദവും. അതീന്ദ്രിയ സാക്ഷാത്കാരത്തിന്റെ ആരംഭമാണ് ബ്രഹ്മൻ. പരമാത്മാവ് അതിന്റെ മധ്യസ്ഥനും, അതായത് രണ്ടാം ഘട്ടവും. പരമപുരുഷനായ ഭഗവാൻ നിരപേക്ഷ തത്വത്തിന്റെ അന്തിമ സാക്ഷാത്കാരവുമത്രേ. പരമാത്മാവും വ്യക്തിശൂന്യ ബ്രഹ്മവും ഭഗവാനിൽ അധിഷ്ഠിതമാണ്. പരമപുരുഷന്റെ അധമശക്തിയുടെ ആവിഷ്കാരമാണ് ഭൗതിക പ്രകൃതി എന്ന് 7-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. ആ അധമമായ ഭൗതിക പ്രകൃതിയിൽ ഭഗവാൻ ഉത്തമ പ്രകൃതിയുടെ അംശങ്ങളെ നിക്ഷേപിക്കുന്നു. അതാണ് ഭൗതിക പ്രകൃതിയുടെ ആധ്യാത്മിക സമ്പർക്കം. ഭൗതിക പ്രകൃതിക്കതീതനായ ജീവസത്ത ആധ്യാത്മിക ജ്ഞാനം വളർത്താൻ തുടങ്ങുമ്പോൾ ഭൗതികാസ്തിത്വത്തിന്റെ അവസ്ഥയിൽ നിന്ന് സ്വയം ഉയർന്ന് ക്രമേണ ഭഗവാന്റെ ബ്രഹ്മം എന്ന സങ്കല്പത്തിലെത്തുകയാണ് ചെയ്യുന്നത്. ആത്മസാക്ഷാത്കാരന്റെ ആദ്യ സോപാനമാണ് ഈ ബ്രഹ്മഭാവന പ്രാപ്തി. ഇവിടെ ബ്രഹ്മജ്ഞാനി ഭൗതികതയ്ക്ക് അതീതനാണ്.
എന്നാൽ ബ്രഹ്മസാക്ഷാത്കാരം ശരിക്കും പൂർണ്ണമല്ലതാനും. വേണമെങ്കിൽ അതേ നിലയിലിരുന്നു കൊണ്ട് പരമാത്മാ സാക്ഷാത്കാരത്തിലേക്കും പിന്നീട് ഭഗവത് സാക്ഷാത്കാരത്തിലേക്കും ക്രമേണ ഉയരാം. വൈദിക സാഹിത്യത്തിൽ ഇതിനേറെ ഉദാഹരണങ്ങളുണ്ട്. 4 കുമാരന്മാർക്ക് ആദ്യം പരമസത്യത്തെക്കുറിച്ച് ബ്രഹ്മം എന്ന സങ്കല്പമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അവർ ക്രമേണ ഭക്തിഭരിതമായ ഭഗവത് സേവനത്തിലേക്ക് ഉയർന്നു. വ്യക്തിശൂന്യ ബ്രഹ്മസങ്കല്പത്തിനപ്പുറം എത്താൻ സാധിക്കാത്തവർക്ക് വീഴ്ച പറ്റിയേക്കാം. വ്യക്തിശൂന്യ ബ്രഹ്മത്തോളം എത്തിയാലും പിന്നീട് മുന്നോട്ട് നീങ്ങാതെയും പരമപുരുഷനെക്കുറിച്ച് വിവരമില്ലാതെയും ഇരിക്കുന്നവരുടെ ബുദ്ധി പൂർണ്ണമായും ശുദ്ധമല്ല എന്ന് ഭാഗവതം പറയുന്നു. അതുകൊണ്ട് ബ്രഹ്മതലത്തിൽ എത്തിയവർക്കും ഭക്തിയുത സേവനത്തിലേർപ്പെടാതിരുന്നാൽ വീഴ്ച പറ്റാം. വൈദിക ഭാഷയിൽ ഇങ്ങനെയും പറയുന്നുണ്ട്: രസവൈശ്യ രസം ഹ്യോവായം ലബ്ധാനന്ദി ഭവതി. ആനന്ദ സംഭരണിയാണ് കൃഷ്ണൻ. അവിടുത്തെ അറിഞ്ഞവർ യഥാർത്ഥത്തിൽ ആനന്ദം അനുഭവിക്കുന്നു. തൈത്തിരീയോപനിഷത്ത് 2.7.1. ഷഡൈശ്വര്യ സമ്പന്നനാണ് കൃഷ്ണൻ. ഭക്തൻ അവിടുത്തെ സമീപിക്കുമ്പോൾ ഈ 6 ഐശ്വര്യങ്ങളുടെ കൈമാറ്റം ഉണ്ടാകുന്നു. സേവകനും ഏതാണ്ട് രാജാവിനെ പോലെ സുഖം അനുഭവിക്കുന്നു. ഭക്തിയുത സേവനത്തോടൊപ്പം ശാശ്വതമായ ആനന്ദവും ശാശ്വതമായ ജീവിതവും ഉണ്ടാകുന്നു. ഭക്തിയുത സേവനത്തിൽ ബ്രഹ്മസാക്ഷാത്കാരവും ശാശ്വതവും അക്ഷയത്വവും ഉൾക്കൊള്ളുന്നു. ഭക്തിയുത സേവനത്തിൽ മുഴുകിയിരിക്കുന്ന ഭക്തന് ഇവയെല്ലാം സിദ്ധമാകുന്നു. പ്രകൃത്യാ ബ്രഹ്മം തന്നെയാണെങ്കിലും ജീവസത്തയ്ക്ക് ഭൗതിക ലോകത്തെ കീഴടക്കണമെന്ന ആഗ്രഹമുണ്ട്. ഇതാണ് തൻ്റെ അധപതനത്തിന് കാരണം. വാസ്തവത്തിൽ ജീവസത്ത പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കതീതനാണ്. ഭൗതിക പ്രകൃതിയോടുള്ള സമ്പർക്കമാണ് അതിന് സത്വരജോസ്തമോ ഗുണങ്ങളിൽ കൊടുക്കുന്നത്. ഈ ത്രിഗുണങ്ങളോടുള്ള ബന്ധം കൊണ്ടാണ് ഭൗതിക ലോകത്തെ കീഴടക്കണമെന്ന ആഗ്രഹം ജീവനുണ്ടാകുന്നതും. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടാലുടനെ അതീന്ദ്രിയാവസ്ഥയിലെത്താം. ഭൗതിക പ്രകൃതിയെ കീഴടക്കണമെന്ന നിയമവിരുദ്ധമായ ആഗ്രഹം നീങ്ങുകയും ചെയ്യുന്നു. ഭക്തിയുത സേവന സാക്ഷാത്കാരത്തിനായി ഭക്തന്മാരുമായി സഹവസിച്ചുകൊണ്ട് ശ്രവണം, കീർത്തനം, സ്മരണം മുതലായ 9 ഭക്തി സാധനങ്ങൾ അനുഷ്ഠിക്കണം. ഇത്തരം സഹവാസം കൊണ്ട് ക്രമേണ ആധ്യാത്മികാചാര്യന്റെ പ്രേരണഫലമായി പ്രകൃതിയെ ജയിക്കണമെന്ന ഭൗതിക വാഞ്ച അടങ്ങും. അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ മനസ്സുറയ്ക്കും. ഈ പ്രക്രിയയെപ്പറ്റിയാണ് ഇവിടെ 22-ാം ശ്ലോകം മുതൽ വിവരിച്ചിട്ടുള്ളത്. അത്യന്തം ലളിതമാണ് ഭഗവത് ഭക്തി സേവനം. എപ്പോഴും കൃഷ്ണനെ സേവിക്കുന്നതിൽ നിരതനായിരിക്കണം. ഭഗവാന് നിവേദിച്ചത് ഭക്ഷിക്കാവൂ. തൃപ്പാദങ്ങളെ അർപ്പിക്കപ്പെട്ട പൂക്കളുടെ ഗന്ധം നുകരണം. കൃഷ്ണൻ തൻ്റെ ദിവ്യലീലകൾ നടത്തിയ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഭഗവാന്റെ ലീലകളെയും ഭക്തന്മാരിൽ അദ്ദേഹം എത്രമാത്രം കാരുണ്യം ചൊരിയുന്നുവെന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളെ വായിച്ചറിയുകയും അതീന്ദ്രിയ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്ന ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം സദാ ഉരുവിടുകയും വേണം. ഭഗവാന്റെ അവിടുത്തെ ഭക്തന്മാരുടെയും ആവിർഭാവം, തിരോഭാവം എന്നിവ ആഘോഷിക്കുന്ന ദിവസങ്ങളിൽ ഉപവസിക്കുകയും വേണം. ഇങ്ങനെ ജീവിച്ചാൽ എല്ലാ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മുക്തനാവാം. ഈ വ്രതമനുഷ്ഠിച്ച് ബ്രഹ്മജ്യോതിസിലോ ബ്രഹ്മാനുഭൂതിയിലെ മറ്റേതെങ്കിലും തലത്തിലോ നിലയുറപ്പിക്കുന്ന ഭക്തൻ ഗുണം കൊണ്ട് ഭഗവത് സദൃശനത്രേ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന ഭഗവത്ഗീതയുടെ 14-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാഭയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി വന്ദേഹം ശ്രീഗുരോ ശ്രീതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സാധൂതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാമിതാംശ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി സിദ്ധാന്ത സരസ്വതി ഇതി നാമിനേ. ശ്രീവാഷഭാനവീ ദേവി ദേവിതായ കൃപാബ്ദയേ
കൃഷ്ണ സംബന്ധ വിജ്ഞാനധായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീ രൂപാനുഗ ഭക്തിദാ ശ്രീ ഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തിയേ ദീനധാരിണി രൂപാനുഗ വിരുദ്ധാഭ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണി. നമോ ഗൗരവിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംഭോധേ പാദാംബുജായ തേ നമഃ. നമോ ഭക്തി വിനോദായ സച്ചിദാനന്ദ നാമിനെ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗവരായ ദേ. ഗൗരാവിർഭാവ ഭൂമേസ്തം നിർദ്ദേശ സജ്ജന പ്രിയ വൈഷ്ണവ സാർവഭൗമ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീ രൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീ ജീവഗോപാല ഭട്ട ദാസ രഘുനാഥ എച്ച് ഗോസായിർ കോരി ചരണവന്ദൻ ജാഹാ ഹോയ് വിഘ്നനാശ ആഭ്യിഷ്ടപൂരൻ വാഞ്ചാകൽപതരുഭ്രശ്ച കൃപാ സിന്ധുഭി ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരതിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സിരദോ പങ്കോ മമ മന്ദമതീർഗതി അസർവസവതാം ഭോജോ രാധാമദന മോഹനോ. ദിവ്യാവൃന്ദാരണ്യ കൽപദ്രുമദ ശ്രീമദ് രത്നാധാര സിംഹാസനസ്തു ശ്രീമദ് രാധശീല ഗോവിന്ദദേവോ ശ്രേഷ്ഠാലിഭി സേവ്യമാനോ സ്മരാമി. ശ്രീമാൻ രാസരസാരംഭി വംശീ വടത്തരസ്ഥിതഃ കാർഷിൻ വേണുസ്വനേർഗോപീർഗോപിനാഥശ്രീ വസ്തുന തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ശ്രീ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമസ്ത വൈഷ്ണവൃന്ദത്തോടും ഒരേ പ്രാർത്ഥനയാണ്, ഈ സേവയിൽ എന്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായ പരിശ്രമം ഉണ്ടായിരിക്കുന്നതാണ്. ഭഗവത്ഗീത ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും തെറ്റോ അവിവേകമോ ഉണ്ടായാൽ ബദ്ധ ജീവാത്മാവെന്ന കാരണത്താൽ സാദരം എന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ സത്സംഗത്തിൽ കൂടി ഭക്തർക്ക് എന്തെങ്കിലും ജ്ഞാനം ആർജിക്കാൻ സാധിച്ചാൽ അത് പൂർണ്ണമായും നമ്മുടെ ശിക്ഷാഗുരു സത്യാനന്ദ പ്രഭുവിന്റെയും ഇസ്കോൺ സ്ഥാപനം ആചാര്യനും അവിടുത്തെ ദീക്ഷാഗുരുമായ ശ്രീ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ മഹാരാജാവിന്റെയും കൃപ കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്റെ യാതൊരുവിധ കഴിവുമല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഹരേ കൃഷ്ണ. മാം ചയോ അഭ്യുപചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ തമതീതയിത്താൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. അപ്പൊ അർജുനൻ നമ്മൾ ഭൗതിക പ്രകൃതികളുടെ ഗുണങ്ങൾ എന്ന ഈ അധ്യായത്തിൽ കൂടി ആ ഗുണങ്ങളെ പറ്റി നമ്മൾ ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോ നമ്മൾ അർജുനൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാണ്. അപ്പൊ അർജുനൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാല് ത്രിഗുണങ്ങളെ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം, എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അയാൾ എങ്ങനെ ഈ പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കുന്നു. അപ്പോ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾക്ക് 22, 23, 24, 25 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞു കൊടുത്താണ്. പ്രകാശം ച പ്രവർത്തിച്ച മോഹമേവച്ച പാണ്ഡവ. അത് പറയാം എന്താ വെച്ചാൽ പ്രകാശം എന്ന് പറഞ്ഞാൽ സത്വഗുണത്തിൽ നിന്നും സത്വഗുണവും പിന്നെന്താ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ രജോ ഗുണവും, മോഹം എന്ന് വെച്ചാൽ തമോ ഗുണവും. ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം, അതിൽ നിന്ന് എങ്ങനെ അതിജീവിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അതിജീവിച്ചാൽ അതിനുള്ള ലക്ഷണങ്ങൾ എന്താണ്, അതിക്രമിച്ചാലുള്ള ലക്ഷണങ്ങളും അതിന്റെ പെരുമാറ്റം, അങ്ങനെ അതിക്രമിച്ചവരുടെ പെരുമാറ്റം എന്താണെന്നാണ് ആ ശ്ലോകങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കിയത്. അവർ പറഞ്ഞു ആരോടാണ് എന്താ ആസക്തിയുടെയോ വ്യാമോഹത്തിന്റെയോ സാന്നിധ്യത്തിൽ ആർക്ക് വെറുപ്പുണ്ടാകുന്നില്ലയോ, അതേപോലെ അവയുടെ അസാന്നിധ്യത്തിൽ അത് വേണമെന്ന് ആഗ്രഹം ഉണ്ടാകാതിരിക്കുകയോ, പ്രകൃതി ഗുണങ്ങൾ ഉളവാക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് ആര് പ്രക്ഷുബ്ധമാകാതിരിക്കുന്നുവോ, പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഉദാസീനും അവയ്ക്ക് അതീതനുമായിരിക്കുന്നു. പ്രകൃതിയിലത്തെ ഗുണങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ കാരണമെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ഉദാസീനായിട്ടിരിക്കുക, അല്ലെങ്കിൽ അതിന് അതീതനായിരിക്കുക. ആത്മനിഷ്ഠനായ സുഖദുഃഖങ്ങളെ തുല്യ നിലയിൽ കാണുക. ആരുടെ ദൃഷ്ടിയിൽ മൺകട്ടയും കല്ലും പൊന്നും ഒന്നായി തോന്നുന്നുവോ, ആർക്ക് പ്രിയമോ അപ്രിയമോ ഇല്ലാതിരിക്കുക, ആരോടും പ്രിയമോ അപ്രിയമോ ഇല്ല, ധീരനായിരിക്കുക, നിന്ദകളിലും സ്തുതികളിലും മാനത്തിലും അഭിമാനത്തിലും സമചിത്തയോടിരിക്കുക, ശത്രുമിത്ര ഭേദങ്ങളില്ലാതിരിക്കുക, നിരുദ്യമനുമായിരിക്കുക. നിരുദ്യമൻ എന്ന് പറയുമ്പോ തന്റെ കർമ്മകർമ്മങ്ങൾ ചെയ്യാതെ ഭഗവത് കാര്യങ്ങൾക്കുള്ള കർമ്മങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ തന്റെ ശാരീരികമായ
നിലനിൽപ്പിന് വേണ്ടി ശരീരത്തിന് ആത്മാവിന് കുടികൊള്ളുന്ന ശരീരം നിലനിൽക്കാൻ വേണ്ട ഉദ്യമങ്ങളൊക്കെ അത് ചെയ്യണം. അതിനപ്പുറമല്ല കാമ്യകർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന, എന്നാൽ ഭഗവാന് വേണ്ട ഭഗവാൻ ക്ഷേത്രങ്ങൾ നിർമ്മാണം അല്ലെങ്കിൽ ഭഗവാൻ സേവ ഈ കാര്യങ്ങൾ ചെയ്യുന്നവൻ, അതാണ് നിരുദ്ധിമനായെന്ന് അർത്ഥം പറഞ്ഞു. ആ വ്യക്തിയെ, അങ്ങനെയുള്ള വ്യക്തിയെ ഗുണാതീതൻ എന്ന് പറയാം. അപ്പൊ അതിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ പെരുമാറ്റവും, അതായത് ഗുണാതീതന്റെ പെരുമാറ്റവും ലക്ഷണങ്ങളുമാണ് ഇപ്പൊ ആ ശ്ലോകങ്ങൾ പറഞ്ഞത്. ഇനി ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ എന്താ ചോദിക്കുന്നത്? അതിന് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമാണ്. എന്താ മൂന്നാമത്തെ ചോദ്യം? പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കുക എങ്ങനെയാണ്, ഈ ഗുണങ്ങൾ എങ്ങനെ ഈ ആൾക്ക് അതിക്രമിക്കാൻ സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പറഞ്ഞു, യാതൊരു മാം ചയോ അവ്യഭിചാരേണ, യാതൊരുവൻ മാം എന്നെ അവ്യഭിചാരേണ വ്യതിചലിക്കാത്ത ദൃഢചിത്തയോടുകൂടി, അത് ഒരു എന്താ പറയാ, ഒരു അണുവീട ചലിക്കാതെ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്, ഭഗവാനെ സേവ ചെയ്തിട്ട് ആ ഗുണങ്ങളിൽ നിന്ന് പുറത്തു കിടക്കണം എന്നുള്ള ആ ദൃഢനിശ്ചയത്തോടു കൂടി ഭക്തിയുടെ സേവനത്തോടുകൂടി, അപ്പൊ ഭക്തിയുടെ സേവനത്തോട് മാത്രമേ ഭഗവാനെ പ്രാപിച്ചാലേ നമുക്ക് ആ ത്രിഗുണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുള്ളൂ. അപ്പൊ ഭക്തി സേവനത്തോടു കൂടി സേവിക്കുകയും ഭഗവാനെ സേവിക്കുകയും അവൻ ഏതാൻ ഗുണൻ, ഈ ഗുണങ്ങളെ, ഈ പറഞ്ഞ ഗുണങ്ങളെ, ഈ 3 ഗുണങ്ങളെ സമതീതി അതിക്രമിച്ചിട്ട് ബ്രഹ്മഭൂയായ ബ്രഹ്മപദത്തിലേക്ക് ഉയരുവാൻ കൽപ്പതയെ യോഗ്യനായി ഭവിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കാണ്, അതായത് വ്യതിചലിക്കാത്ത ഭക്തിയോട് കൂടി ഭഗവാനെ ആത്മസമർപ്പണം ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പൊ ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാകും. ഏതു പരിതസ്ഥിതിയിലും പിഴയ്ക്കാതെ, എങ്ങനെ തന്നെ ഇരുന്നാലും ആ ഭഗവാനോടുള്ള ഭക്തിയിൽ യാതൊരു വക വെള്ളം ചേർക്കാതെ പരിപൂർണമായ സമർപ്പണത്വത്തോട് കൂടിയിട്ട് ഭക്തിപൂർവ്വം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിൽ എത്താം എന്ന് ഈ ശ്ലോകം പറയാണ്. അപ്പൊ അർജുനന്റെ മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇത്. അപ്പൊ അതീന്ദ്രിയാവസ്ഥയിൽ എങ്ങനെ ചേരുന്നു എന്നാണല്ലോ ചോദ്യം. അതായത് ഈ ത്രിഗുണങ്ങളിൽ നിന്ന് ഉയർന്ന് അതീന്ദ്രിയ തലത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നാണ് ചോദ്യം. മുമ്പ് പറഞ്ഞതുപോലെ ഭൗതിക ലോകം പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ വഴങ്ങിയാണ് പ്രവർത്തിച്ചത്. എല്ലാവർക്കും അറിയാം, ഭൗതിക ലോകത്തിൽ വന്നു പിറക്കുന്ന ഓരോ ജീവാത്മാക്കളും ഈ പ്രകൃതിയിലുള്ള ഗുണങ്ങൾക്ക് അതിനെ ആസ്പദമാക്കിയിട്ടാണ് ജീവിക്കാൻ പറ്റുന്നത്. അവർ ആ ത്രിഗുണങ്ങളിൽ പെട്ടാണ് ജീവിക്കുന്നത്. അത് മുന്നത്തെ ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലായി. ഈ പ്രകൃതിയുടെ ഗുണങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മെ അലട്ടാതെ നോക്കണം. അപ്പൊ ഈ ഗുണത്തിന് അതീതമാകണമെങ്കിൽ ഈ ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾ നമ്മെ അലട്ടാതെ നോക്കണം. ഭൗതിക പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കല്ലേ, നമുക്ക് അതിൽ പെട്ടുപോകാനുള്ള ഒരുപാട് കാര്യങ്ങൾ, കണ്ണിനെയും മനസ്സിനെയും അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ത്രസിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഭൗതിക ലോകത്തിലുള്ളത്. അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം, അവിടെ നിന്ന് വിട്ടു നിൽക്കണം. അതിൽ നിന്ന് മാറി നിന്നാലേ നമുക്ക് ആ ഗുണങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ അത് നമുക്ക് തനിയെ മാറി നിൽക്കാൻ പറ്റും. നമ്മൾ ബദ്ധാവസ്ഥയിലാണ് നിൽക്കുന്നത്. ബദ്ധാവസ്ഥയിലിരിക്കുന്ന ഒരാളെ, ബന്ധനത്തിലിരിക്കുന്ന ആളെ മോചിപ്പിക്കണമെങ്കിൽ ബന്ധിക്കപ്പെടാത്ത ഒരാളെ രക്ഷിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഒരാളെ ഒരാളെ കെട്ടിയിട്ടിരിക്കുകയാണ് വിചാരിക്കുക. ആ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടഴിക്കണമെങ്കിൽ നമുക്ക് സ്വയം സാധിക്കില്ല, അത് മറ്റൊരാൾ വേണം. അപ്പൊ അതിനുള്ള ഒരാളാണ് നമ്മുടെ ഗുരു. അപ്പൊ ആ ഗുരുവിന്റെ കാരുണ്യത്താൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ബന്ധനത്തിൽ നിന്ന് മുക്തനാവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം. അപ്പൊ ഈ ഭൗതിക ഗുണങ്ങളിൽ നിന്നുള്ള അവിടെ നിന്നുള്ള മനസ്സിനെ വ്യതിചലിപ്പിച്ചിട്ട് അവയിൽ മനസ്സ് വെക്കുന്നതിന് പകരം എവിടേക്ക് നമ്മളുടെ മനസ്സിനെ കൊണ്ടുപോകണം? കൃഷ്ണകർമ്മങ്ങളിലേക്ക്, കൃഷ്ണനെ സേവിക്കുക. അതെ, കൃഷ്ണ ഭഗവാനെ ഉള്ള സേവ, ആ സേവകളിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിച്ചാൽ നമുക്ക് ഈ ബന്ധനത്തിൽ നിന്നും അല്ലെങ്കിൽ ത്രിഗുണങ്ങളിൽ നിന്നും മാറി വിട്ടുവരാൻ സാധിക്കും. മനസ്സിനെ ആ ഭഗവത് കർമ്മങ്ങളിലേക്ക്, കൃഷ്ണ സേവകളിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. കൃഷ്ണകർമ്മങ്ങൾ എന്നാൽ എന്താണ്? ഭക്തിയോഗം. ഭക്തിയോഗത്തിൽ കൂടി നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ, അതീന്ദ്രിയ തലത്തിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ ക്രമേണ നമ്മൾ ഈ 3 ത്രിഗുണങ്ങളിൽ നിന്ന് നമ്മൾക്ക് വിടുതൽ കിട്ടും. സദാ കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുക. കൃഷ്ണന് മാത്രമല്ല, ഭഗവാന്റെ വിവിധ വിസ്തരങ്ങൾ മൂർത്തിയായ രാമൻ, നാരായണൻ മുതലായവർക്ക് അർപ്പിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളും ഇതിലെടുക്കും. അപ്പൊ നമ്മൾക്ക് അങ്ങനെ അനേകം വിസ്തരണങ്ങളുണ്ട്. ആ അനേകം ഈ ബ്രഹ്മാണ്ടത്തിൽ മുഴുവൻ, അനന്തകോടി ബ്രഹ്മാണ്ടത്തിൽ മുഴുവൻ ഭഗവാന്റെ വിസ്തരങ്ങളുണ്ട്. അപ്പൊ ഏതെല്ലാം നമ്മൾക്ക് അറിയാം, നമുക്ക് ഏതെല്ലാം മൂർത്തികളെയും മനസ്സിലാക്കിയിട്ടുണ്ട്. രാമൻ, നാരായണൻ, നരസിംഹാവതാരം, പല അവതാരങ്ങളെയും നമുക്കറിയാം. അപ്പൊ അതിൽ നമുക്ക് ഏതിലും വേണമെങ്കിലും നമുക്ക് മനസ്സ് അർപ്പിക്കാം. ആ രീതിയിലും നമുക്ക് ഇപ്പൊ കൃഷ്ണനെ തന്നെയല്ല, ഇപ്പൊ എല്ലാവരും പറയും കൃഷ്ണൻ മാത്രമായിട്ട് നമുക്ക് സേവിക്കണമെന്നില്ല. ആരെ അർപ്പിച്ചാലും അത് കൃഷ്ണനിലേക്ക് തന്നെയാണ് എത്തുന്നത്. അപ്പൊ ഭഗവാന്റെ ആ വിസ്തരങ്ങളാണ്, ആ വിസ്തരങ്ങളിൽ കൂടി നമുക്ക് ഭഗവാനെ സേവിക്കാന്ന് പറയുന്നത്. അങ്ങനെ ആ സേവയിൽ കൂടി നമുക്ക് ആ ത്രിഗുണങ്ങളിൽ നിന്ന് നമുക്ക് ഊരിപ്പോരാൻ സാധിക്കും.
ഭഗവാന്റെ രൂപവിസ്തരങ്ങൾക്ക് എണ്ണമില്ല. അതാ പറഞ്ഞു, രൂപവിസ്തരങ്ങൾക്ക് എണ്ണമില്ല. കൃഷ്ണ സേവനത്തിലോ കൃഷ്ണ രൂപവിസ്തരങ്ങളുടെ സേവനത്തിലോ ഏർപ്പെടുന്ന വ്യക്തി ഗുണാതീതനാണ്. അങ്ങനെ ഭഗവാനിലോ അല്ലെങ്കിൽ ഭഗവാന്റെ വിസ്തരങ്ങളിലോ ആ രൂപങ്ങളിലൊക്കെ നമ്മൾ സേവ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ഈ ഗുണത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും. അർജുനന്റെ ചോദ്യം അതാണല്ലോ, ഗുണത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാം. കൃഷ്ണന്റെ മൂർത്തി ഭേദങ്ങളെല്ലാം തികച്ചും അതീന്ദ്രിയങ്ങളും സച്ചിദാനന്ദാത്മകളുമാണ്. സർവശക്തരും സർവസാക്ഷികളുമാണ് അവര്. ഇപ്പോ ഇന്ന രാമനെ ആരാധിച്ചു അല്ലെങ്കിൽ നരസിംഹമൂർത്തിയെ ആരാധിച്ചു, അവരൊക്കെ ഭഗവാന്റെ ഗുണങ്ങൾക്ക് പൂർണ്ണ ഗുണങ്ങളുള്ളവർ തന്നെയാണ്. അപ്പൊ അവർ സർവശക്തരും സർവസാക്ഷികളും എല്ലാത്തിന്റെയും ആ പൂർണ്ണമായ ആ ഭഗവാന്റെ എല്ലാ കഴിവുകളും, ആ കൃഷ്ണന്റെ എല്ലാ കഴിവുകളും ഇവർക്കെല്ലാം ഉണ്ട്. ആധ്യാത്മിക ഗുണങ്ങൾ അത് പിന്നെന്താ, ആധ്യാത്മിക ഗുണസമ്പന്നരുമാണ്. ആധ്യാത്മിക തലത്തിലുള്ള എല്ലാ ഗുണങ്ങളും, ഭഗവാന്റെ എല്ലാ അതീന്ദ്രിയ തലത്തിലുള്ള എല്ലാ ഗുണങ്ങളും ഇവരുടെയിലും ഉണ്ട്. കൃഷ്ണന്റെയോ അദ്ദേഹത്തിന്റെ സമഗ്രമായ വിസ്തരണങ്ങളുടെയോ സേവനത്തിൽ ഏർപ്പെടുന്ന സ്ഥിരനിശ്ചയനായ മനുഷ്യന് അദമ്യ ശക്തി ഉള്ളവയെങ്കിലും പ്രകൃതി ത്രിഗുണങ്ങളെ നിഷ്പ്രയാസം ജയിക്കാൻ കഴിയും. ഇപ്പൊ നമ്മള് ഭൗതിക ലോകത്തിലിരിക്കുമ്പോൾ നമ്മൾ അധമ ശക്തിയിലാണ് വന്നു പെട്ടിരുന്നത്. ഭഗവാന്റെ 3 ശക്തികൾ നമുക്കറിയാം ഇല്ല, എന്താ പറയാ, അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. അപ്പൊ ആ അധമ ശക്തിയിലാണ് നമ്മൾ ഈ പ്രകൃതി, ആ പ്രകൃതിയിലാണ് നമ്മൾ വന്നു പെട്ടിരിക്കുന്നത്. അപ്പോ ഈ ആ ഭഗവാന്റെ 3 ശക്തികളുടെ നടുക്കുള്ള ഒരു തടസ്ഥ ശക്തിയാണ്. ആ തടസ്ഥ ശക്തിയാണ് ജീവാത്മാക്കള്. അത് കിണ്ണത്തിന്റെ പക്കത്തെ കടുകുമണി പോലെയാണ്. ആധ്യാത്മികയിലേക്കും എത്താം, വേണമെങ്കിൽ ഭൗതികതയിലേക്കും വീണു പോകാം. പക്ഷെ നമുക്ക് ഈ ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് എന്താണ് അവിടെ നിന്ന് ആധ്യാത്മികയിലേക്ക് ഉയരാം. അതിന് നമുക്ക് ഏത് വേണം, ഏത് രൂപത്തിൽ വേണമെങ്കിലും, ഭഗവാന്റെ ഏത് വിസ്തരണത്തിൽ വേണമെങ്കിലും നമുക്ക് അതിനെ ആ വിസ്തരണത്തിന്റെ സേവയിൽ കൂടി നമുക്ക് ആ ഗുണങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. ത്രിഗുണങ്ങൾ നിഷ്പ്രയാസം നമുക്ക് ജയിക്കാൻ സാധിക്കും. 7-ാം അധ്യായത്തിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലെ. കൃഷ്ണനെ സ്വാത്മാർപ്പണം ചെയ്യുന്നത് പ്രകൃതി ഗുണങ്ങളെ വേഗത്തിൽ അതിക്രമിക്കാം. ഞാൻ മുൻ ശ്ലോകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. 7-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ട് ദൈവീഹേഷ ഗുണമായി മമമായ ദുരത്തിയ, തന്റെ ആ ഗുണങ്ങളെ അതിജീവിക്കണമെങ്കിൽ തന്നെ പൂർണ്ണമായി സറണ്ടർ ആവുന്ന ജീവാത്മാക്കൾക്ക് തീർച്ചയായിട്ടും ആ ഗുണങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടും. അല്ലെങ്കിൽ ആ ഗുണങ്ങളിൽ നിന്ന് പെടാതെ നമുക്ക് അതീന്ദ്രിയ തലത്തിലേക്ക് ഉയരാൻ സാധിക്കുന്ന ആ 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണാബോധം ഉദിക്കുക അഥവാ ഭക്തി വെറും പാദസേവനം ചെയ്യുക എന്നാൽ കൃഷ്ണനോട് തുല്യത നേടുകയാണ് എന്നർത്ഥം. അപ്പൊ കൃഷ്ണാബോധം നമുക്ക് വരിക എങ്ങനെയാണ്? ഈ ആധ്യാത്മിക ചിന്തയിൽ ഉയരാതെ നമുക്ക് ഈ സത്സംഗങ്ങളിൽ കൂടിയൊക്കെ ഭഗവാനെ മനസ്സിലാക്കി ആ കൃഷ്ണാബോധത്തിലേക്ക് ഉയരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ കൃഷ്ണനോട് തുല്യത നേടുക എന്ന് തന്നെയാണ് അല്ലെ. കൃഷ്ണനിൽ നിന്ന് വന്ന അംശത്തിന് കൃഷ്ണന്റെ പൂർണ്ണ ക്വാളിറ്റികൾ മുഴുവൻ ഉണ്ട്. ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ വ്യത്യാസമുള്ളൂ, ക്വാളിറ്റിയിൽ ഭഗവാൻ തന്നെയാണ്. പക്ഷെ ഭൗതിക ലോകത്തിൽ വന്നു പെട്ടതിന്റെ കാരണം കൊണ്ട്, ത്രിഗുണങ്ങളിൽ പെട്ടത് കൊണ്ടാണ് നമുക്കുള്ള മാലിന്യം വന്നു പെട്ടത്. ആ മലിനാവസ്ഥയെ നമുക്ക് ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കൃഷ്ണാബോധം കൃഷ്ണൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ എന്നുള്ള മന്ത്രം തന്നെ മതി നമുക്ക് പൂർണ്ണമായ ശുദ്ധിയിലേക്ക് എത്താൻ. അത് നിരന്തരം ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് ആ ഒരു അഭ്യഭിചാരിയാണ് അല്ല, വ്യഭിചാരിയാണ് വ്യതിചലിക്കാണ്ട് ആ നമ്മൾ നിശ്ചയിച്ച ആ നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് അതിനെ നമ്മൾ ഫോളോ ചെയ്യുക, അതിനെ തുടരുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ പദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. തന്റെ ഭാവം സച്ചിദാനന്ദാത്മകമാണെന്ന് ഭഗവാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ഭാവം എന്താ? സത്ത് ചിത്ത് ആനന്ദം അല്ലെ. അത് എന്താ പറയുക, ശാശ്വതമാണ്, അജ്ഞാനമയമാണ്, ആനന്ദപരമാണ്. ആ ഭാവം അതിലേക്ക് തന്നെയാണ് നമ്മുടെ ജീവസത്യം, അത് തന്നെയാണ്. പക്ഷെ ഭൗതികത്തിൽ വന്ന് പെട്ടതിന്റെ പ്രശ്നം മാത്രമേ ഈ ജീവസത്യക്കുള്ളൂ. സ്വർണ്ണശകലങ്ങൾ സ്വർണ്ണഖനിയുടെ അംശങ്ങൾ എന്നതുപോലെ ജീവസത്തകൾ ഭഗവത് അംശങ്ങളാണ്. സ്വർണ്ണഖനിയിൽ നിന്ന് നമ്മൾ സ്വർണം എടുക്കുന്നു. ആ സ്വർണം ആ ഖനിയിൽ നിന്ന് എടുക്കുന്ന സ്വർണവും ആ ഖനിയും തമ്മിൽ ബന്ധമുണ്ട്. എന്നുവെച്ചാൽ ഖനിയിൽ നിന്ന് എടുത്ത സ്വർണമാണത്. അതുപോലെ തന്നെയാണ് ആ ഭഗവാനിൽ നിന്നുള്ള അംശം തന്നെയാണ് ഈ ജീവാത്മാവ്. അപ്പൊ ഇവിടെ സ്വർണ്ണഖനിയെ കൃഷ്ണനായിട്ടും സ്വർണത്തിനെ ഇവിടെ ജീവസത്തയുമായിട്ടുമാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ജീവസത്ത ആധ്യാത്മിക തലത്തിൽ സ്വർണത്തെ പോലെയും ഗുണത്തിൽ കൃഷ്ണനെ പോലെയുമാണ്. അതാ പറഞ്ഞത്, ക്വാണ്ടിറ്റീവ്ലി അവര് വ്യത്യാസമാണ്, ക്വാളിറ്റീവ്ലി ഒന്നാണ്, ക്വാണ്ടിറ്റീവ്ലി വ്യത്യാസമാണ്. അതായത് സ്വർണ്ണ ഖനിയാണത്, വലിയ ഖനിയാണത്. ആ ഖനിയില് കുറച്ച് ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു തൂക്കം മാത്രമായിട്ടുള്ള ജീവസത്ത. ആ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ രണ്ടും ഒന്ന് തന്നെയാണെങ്കിലും ഡിഫറെന്റ് ആണ് എന്ന് മനസ്സിലാക്കാനാണ് ഈ സ്വർണ്ണഖനിയെയും സ്വർണത്തിനെയും പറ്റി നമ്മളിവിടെ പറയുന്നത്. ഇപ്പൊ സ്വർണം കൊണ്ട് നമ്മൾ ആഭരണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് ഒരു കുടം ഉണ്ടാക്കുന്നു. മണ്ണ് തന്നെയാണ് കുടം, ആ കുടം തന്നെ, കുടത്തിൽ മണ്ണുണ്ട്, പക്ഷെ മണ്ണാണ്, കുടം വേറെയാണ്. അതുപോലെ തന്നെയാണ് ഈ സ്വർണത്തിന് ഒരു ആഭരണം ഉണ്ടെങ്കിൽ ആഭരണത്തിലും സ്വർണ്ണമുണ്ട്,
അത് എന്താ പറയാ, അത് തിരിച്ചു വന്നാൽ സ്വർണം തന്നെയാണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഭക്തനും അല്ലെങ്കിൽ ജീവാത്മാവും ഭഗവാനും തമ്മിലുള്ള ആ ബന്ധം. അത് ഈ സ്വർണ്ണത്തിനോടും ഇവിടെ ഉപമിച്ചിരിക്കുകയാണ്. വ്യക്തി എന്ന ഭേദഭാവം തുടർന്നു പോരുന്നു. അപ്പൊ അത് അങ്ങനെയാണ് ഈ വ്യക്തി, രണ്ട് വ്യക്തികളെ തന്നെയാണ് ഭഗവാനും ഈ ജീവസത്യം രണ്ട് വ്യക്തികൾ എന്നുള്ള ഭാവം അവിടെ തുടർന്നു പോരുന്നത്. അതില്ലെങ്കിൽ, അങ്ങനെ വ്യക്തി രണ്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഭക്തിയോഗത്തിന് ഇവിടെ ഭക്തിയോഗത്തിന്റെ ആവശ്യമില്ല. ഭഗവാൻ ഉണ്ടെങ്കിലാണ് ഭക്തനുള്ളൂ, ഭക്തൻ ഉണ്ടാവണം, ഭക്തൻ ഉണ്ടെങ്കിൽ ഭക്തിയുണ്ട് അല്ലെ. അപ്പൊ ആ ഭഗവാനെ ഭക്തൻ ഭക്തിയോഗത്തിൽ കൂടി ഭക്തിയോട് കൂടി ഭഗവാനെ സ്മരിക്കുകയാണ് ചെയ്തത്. അപ്പോ ഈ രണ്ടും ഒന്നാണെങ്കിൽ, ഈ ഭഗവാനും ഭക്തനും ഒന്നാണെങ്കിൽ പിന്നെ ഭക്തിയോഗത്തിന്റെ ആവശ്യം അവിടെ വരുന്നില്ല എന്നാ പറയുന്നത്. അപ്പോ അത് ഈ വ്യക്തിഗത നമ്മളിപ്പോ ഈ നമ്മുടെ പരമ്പര പോണത് അചിന്ത്യ ഭേദാഭേദ തത്വപ്രകാരം ആവുമ്പോൾ അത് അചിന്ത്യമാണ്, ചിന്തിക്കാൻ പറ്റാത്തതാണ്. ഭേദമുണ്ട് എന്ന ഭേദമില്ല, അങ്ങനെയാണ്. ഭേദമുണ്ട് എന്ന ഭേദമില്ല, അങ്ങനെ അതാണ് വ്യക്തി രൂപത്തില് ഭഗവാനെ ദർശിക്കുന്ന ഒരു പരമ്പരയാണ് നമുക്കുള്ളത്. അദ്വൈതവാദികൾ എങ്ങനെയാണ്? അവർക്ക് രണ്ടല്ല ഒന്നാണ് എന്നാണ് അവർ സങ്കല്പിക്കുന്നത്. അവർക്ക് ആ ഭഗവാനിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ, ആ ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവർ പിന്നെ അതിൽ ലയിച്ചു, പിന്നെ ആ ഭഗവാനും ഭക്തനും ഒന്നായി എന്ന് പറയുന്നത്. അത് ശരിയല്ല എന്നാണ് ഈ സ്വർണത്തിന്റെയും ഈ അംശത്തിന്റെയും കാര്യത്തിൽ ഇവിടെ നമ്മൾ വ്യക്തമാക്കുന്നത്. അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഭക്തിയോഗത്തിന് ഭഗവാൻ വേണം, ഭക്തിയോഗം ചെയ്യണമെങ്കിൽ ഭഗവാൻ വേണം, ആ ഭഗവാൻ ഭക്തനും വേണം. ആ ഭക്തിയോഗം നടപ്പാക്കണമെങ്കിൽ ഭക്തനും വേണം. അവർക്ക് തമ്മിൽ പരസ്പര പ്രേമം ഉണ്ടാവും. രണ്ട് തമ്മിലുള്ള ആ ബന്ധമാണ് അവിടെ ഭക്തിയോഗത്തിൽ കൂടി ആ കണക്ഷൻ വരികയാണ്. ഭക്തിയോഗത്തിൽ കൂടിയാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള കണക്ഷൻ വന്നത്. അപ്പോൾ അത് രണ്ടല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് ആ ഭക്തിയോഗത്തിന് അവിടെ നിലനിൽപ്പുണ്ടാവുക? അപ്പോ ഭഗവാനിലും ഭക്തനും വെവ്വേറെ വ്യക്തിസത്തകൾ ഇല്ലായിരുന്നുവെങ്കിൽ, അതാ പറഞ്ഞത് രണ്ടും രണ്ട് വ്യക്തിയാണെന്ന് പറയാൻ കാരണം അതാണ്. രണ്ട് വ്യക്തികൾ അല്ലായിരുന്നുവെങ്കിൽ ഭക്തിയോഗത്തിന് അർത്ഥമില്ല. അവിടെ സർവേശ്വരൻ്റെതായ അതീന്ദ്രിയ ഭാവാവസ്ഥയിൽ നിലകൊള്ളുന്നവർക്ക് അവിടത്തെ സേവിക്കാൻ കഴിയൂ. അപ്പൊ ഭഗവാനെ സേവിക്കണമെങ്കിൽ ആ ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കുന്നവർക്കാണ് ഭഗവാനെ സേവിക്കാൻ സാധിക്കുള്ളൂ. ഭഗവാനെ പൂർണ്ണമായി വെച്ചാൽ അതേ ഗുണങ്ങളോട് കൂടിയുള്ള ആൾക്കാർക്കാണ് ഭഗവാനെ സേവിക്കാൻ സാധിക്കുള്ളൂ. ഉപമ എന്താ പറയണേ? രാജാവിനെ സഹായിയാവാൻ ഉദ്യമിക്കുന്ന ഒരാൾ അതിന് വേണ്ടുന്ന ഗുണവിശേഷങ്ങളുണ്ട്. രാജാവിനെ കൂടെ ഒരാളുണ്ടെങ്കിൽ ആ രാജാവിനെ കുറിച്ച് വേണ്ട വിധത്തിൽ അറിയാത്ത ഒരാളെ അവിടെ കൊണ്ടു നിർത്തിയിട്ട് കാര്യമില്ല. അപ്പൊ രാജാവിന്റെ കാര്യങ്ങൾ, ഇപ്പൊ ഒരു ഓഫീസിലാണെങ്കിൽ ഒരു PA ഉണ്ടാവും അല്ലെ. ആ PAക്ക് ആ ഓഫീസറുടെ എല്ലാ കാര്യങ്ങളും, ആ പേഴ്സണൽ അസിസ്റ്റന്റ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം ഇന്ന ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തന്നെയാണ് ആ രാജാവിന്റെ കൂടെയുള്ള ആ സഹായിയും. അതുപോലെ തന്നെയാണ് ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ ഭഗവാനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്ന ഭക്തൻ കൂടെ ഉണ്ടാവും. അങ്ങനെയാണ് ഭഗവാനെ മനസ്സിലാക്കിയ ഭക്തന് മാത്രമേ ഭഗവാന്റെ കൂടെ നിലനിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ആ തലത്തിലേക്ക്, ആ ത്രിഗുണങ്ങളിൽ നിന്ന് അതിക്രമിച്ച് ആ തലത്തിലേക്ക് എത്തണം എന്നാണ് ഇതെന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഗുണങ്ങൾ, അപ്പൊ ഈ ഗുണങ്ങൾ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ എന്തെല്ലാം ഗുണങ്ങളാണെന്ന് പറഞ്ഞല്ലോ. എന്തെല്ലാം ആദ്യത്തെ 2 ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഗുണങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം, എന്താണ് ലക്ഷണങ്ങൾ പറഞ്ഞത്. ആ ലക്ഷണങ്ങളൊക്കെ ഉത്തമനായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാണ് ഭഗവാന്റെ അടുത്തെത്താനും അല്ലെങ്കിൽ ഭഗവാന്റെ തലത്തിലേക്ക് എത്താനും സാധിക്കുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ സേവിക്കാനും ഭഗവാൻ ആ സേവ ഏറ്റെടുക്കുകയും ചെയ്യുള്ളൂ എന്നും കൂടി മനസ്സിലാക്കണം. അതുപോലെ ബ്രഹ്മനിഷ്ഠനാവുക എന്നതാണ് ഇതിനുള്ള യോഗ്യത. അപ്പൊ എങ്ങനെയാണ് ബ്രഹ്മനിഷ്ഠനാവുക? ബ്രഹ്മത്തെ അറിയുക, ബ്രഹ്മത്തിനെ അറിയുകയാണ് ബ്രഹ്മനിഷ്ഠനാവുന്നുള്ള അർത്ഥം. അല്ലെങ്കിൽ ഭൗതികങ്ങളായ കൽമഷങ്ങളിൽ നിന്ന് സ്വയം മോചിതമാവുക. ഭൗതികമായി മാലിന്യങ്ങൾ പറഞ്ഞല്ലോ, അപ്പൊ ആ മാലിന്യങ്ങളിൽ നിന്ന് നമ്മൾ മോചിതമായിട്ട് ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, ബ്രഹ്മം അറിഞ്ഞവൻ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു തത്വമുണ്ടല്ലോ. അത് ബ്രഹ്മത്തെ അറിയുമ്പോഴാണ് ബ്രാഹ്മണനാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ബ്രഹ്മനെ അറിയുന്നവരാണ് ശരിയായ ഭക്തനാവുള്ളൂ. ആ തലത്തിലേക്ക് ഉയരുമ്പോൾ, അതായത് ഭൗതിക കൽമഷങ്ങളിൽ നിന്ന് മോചിതനാവുക. ബ്രഹ്മേ വസൻ ബ്രഹ്മാഭ്യോതി എന്ന് വൈദിക സാഹിത്യത്തിൽ പറയുന്ന ഒരു ശ്ലോകമാണ് ബ്രഹ്മേ വസൻ ബ്രഹ്മാഭ്യോതി. അതായത് പരബ്രഹ്മ പ്രാപ്തിക്ക് സ്വയം ബ്രഹ്മനാണ്. ആ പരമമായ ബ്രഹ്മത്തിനെ മനസ്സിലാക്കണമെങ്കിൽ സ്വയം ബ്രഹ്മനാവാതെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഗുണം കൊണ്ട്, അതായത് നമ്മുടെ ആ ത്രിഗുണങ്ങളെ അതിജീവിച്ചിട്ട് ബ്രഹ്മനാകണം എന്നർത്ഥം. അതായത് ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് ഈ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ബ്രഹ്മത്തിനെ പൂർണ്ണമായി മനസ്സിലാക്കണം. ആ ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ തലത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആ രാജാവിന്റെ സേവകനാണ് പോലെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ഓഫീസിലെ ഒരു PA ആവണ പോലെ, അത് ആ കർമ്മങ്ങള് പൂർണ്ണമായി അദ്ദേഹത്തെ മനസ്സിലാക്കുമ്പോഴാണ് ആ ഡ്യൂട്ടി അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ സേവ നടപ്പാക്കാൻ സാധിക്കുള്ളൂ. ആ നിലയിൽ തന്റെ ശാശ്വതമായ ബ്രഹ്മൻ എന്ന ഭാവം ബ്രഹ്മപ്രാപ്തിയിലും ഒരാൾക്ക് നഷ്ടമാകുന്നില്ല.
അപ്പോ ആ ബ്രഹ്മൻ എന്ന ഭാവം ബ്രഹ്മപ്രാപ്തി ഉണ്ടായാൽ പോലും, ബ്രഹ്മപ്രാപ്തി കഴിഞ്ഞാൽ പോലും ആ ബ്രഹ്മം എന്നുള്ള ആ സ്ഥാനം, ആ ശാശ്വതമായ ബ്രഹ്മം എന്ന ഭാവം, നമുക്ക് ആ ഭാവം ഉണ്ടല്ലോ, ആ ശാശ്വതമായ ബ്രഹ്മം എന്ന ഭാവം ബ്രഹ്മപ്രാപ്തി നേടിയാലും അത് നശിക്കുന്നില്ല, അത് നഷ്ടമാകുന്നില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോ അർജുനൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാല്, പൂർണ്ണമായും ത്രിഗുണങ്ങളിൽ നിന്ന് മോചിതമാവണമെങ്കിൽ ഭഗവാനെ പൂർണ്ണമായി സറണ്ടർ ആവണം. ഇപ്പൊ നമ്മള് 2-3 ശ്ലോകത്തില് എന്താ പറയുക, 18-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും ഉണ്ട്. 18-ാം അധ്യായത്തില് 65-ാം ശ്ലോകം, 9-ാം അധ്യായത്തില് 34-ാം ശ്ലോകം, മന്മനാഭവ മദ്ഭക്ത മദ്യാജി മാം നമസ്കരു മാമേവാഷി മാം ഏവേത്തി സത്യം തേ പ്രതിജ്ഞാനേ പ്രിയേസിമ. അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക, ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായും നിനക്ക് എന്നെ പ്രാപിക്കാം എന്ന് ആ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ട്, അങ്ങനെ ആയി തീരട്ടെ എല്ലാവരും. അങ്ങനെ ആവുമ്പോഴാണ് ത്രിഗുണങ്ങളിൽ നിന്ന് അതിജീവിച്ച് അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതാണ് ആ ത്രിഗുണങ്ങളിൽ നിന്ന് കരകയറണമെങ്കിൽ ഭഗവാനെ പൂർണ്ണമായും ശരണം പ്രാപിക്കണം. അതാണ്, അങ്ങനെ നമുക്ക് ബ്രഹ്മപദത്തിലെത്താം എന്ന് ആ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത്, ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യ അഭ്യസ്യ ശാശ്വതസ്യ ധർമ്മസ്യ സുഖൈസേകാന്തികസ്യ. അമൃതവും അക്ഷയവും ശാശ്വതവും ആത്യന്തിക സുഖത്തിന്റെ മൂലസ്ഥാനവുമായ വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനവും ഞാൻ തന്നെ. അത് എന്താ പറയുക വെച്ചാൽ, ബ്രഹ്മം, പരമാത്മാ, ഭഗവാൻ, ഈ 3 തലത്തിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ. ബ്രഹ്മത്തിന്റെ നൈസർഗിക സ്വഭാവം എന്താണ്? അമൃതത്വം. ബ്രഹ്മത്തിലെത്തുമ്പോൾ ആ ബ്രഹ്മം മനസ്സിലാക്കുമ്പോൾ നമുക്ക് അമൃതത്വവും അക്ഷയത്വവും ആനന്ദവും, അതാണ് ബ്രഹ്മത്തിന്റെ നൈസർഗിക സ്വഭാവം. അത് ശാശ്വതമാണ്, അനശ്വരമാണ്, അവ്യയമാണ്. അങ്ങനെയുള്ള ആ അനശ്വരവും ശാശ്വതവും ആണ് ഈ ബ്രഹ്മത്തിന്റെ തലം. ആനന്ദമയവുമാണ്. അതീന്ദ്രിയ സാക്ഷാത്കാരത്തിന്റെ ആരംഭമാണ്. ഇപ്പൊ നമ്മള് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ പടിയാണ് ബ്രഹ്മൻ. ആ ബ്രഹ്മൻ എന്ന പദത്തിന്റെ സ്വഭാവം, അല്ലെങ്കിൽ അതിന്റെ സ്വഭാവമാണ് പറഞ്ഞ് എന്താണ്? അമൃതത്വം, അല്ലെങ്കിൽ അക്ഷയത്വം, ആനന്ദം. അതിന് അപ്പുറമാണ് നമ്മൾ പരമാത്മാ, ബ്രഹ്മൻ, പരമാത്മൻ, ഭഗവാൻ എന്ന 3 തലത്തിൽ നമുക്കറിയാം. അത് ആദ്യത്തെ പടിയാണ് ബ്രഹ്മൻ. ആ ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ് പറഞ്ഞത് അമൃതത്വം, അക്ഷയത്വം. ഇനി അതിനപ്പുറം കാണുന്ന പരമാത്മ, അതിന്റെ മധ്യാവസ്ഥ. ഇനി അടുത്ത പടിയിലെ മധ്യാവസ്ഥയിൽ എന്താണ്? പരമാത്മയെ നമ്മൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബ്രഹ്മത്തില് ഒതുങ്ങി നിൽക്കുന്നതല്ല. ഈ അദ്വൈതവാദികളൊക്കെ ബ്രഹ്മതലം വരെയാണ്. അത് ബ്രഹ്മം എന്ന് പറഞ്ഞാല് ഈ ഭഗവാന്റെ ആ സ്രോതസ്സിൽ നിന്ന് വരുന്ന ആ പ്രകാശം മാത്രമാണ് അവിടേക്ക് എത്തുന്നുള്ളൂ. അതിന്റെ സോഴ്സ് എവിടുന്നാണ്, അല്ലെങ്കിൽ എവിടുന്നാണ് അത് വരുന്നത് എന്നുള്ളതിലേക്ക് എത്തുന്നില്ല. ആ ഓറ അല്ലേ, നമ്മൾ പറയില്ല ഭഗവാന്റെ ഒരു ഓറയുണ്ടല്ലോ, ആ ഓറയിലേക്കാണ്, അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അവിടെ വരെയാണ് ഈ അദ്വൈതവാദികള് അവിടെ വരയ്ക്കാണ് അവർക്ക് എത്തുള്ളൂ. അവരവിടെ നിന്ന് ആ ബ്രഹ്മനുമായിട്ട് ലയിച്ചു, അല്ലെങ്കിൽ അതിൽ കൂടി ചേർന്നു. തത്വമസി എന്നൊക്കെ പറയുന്നത് അത് ഞാൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഈ തലത്തിലേക്ക് അവരെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അവർക്ക് വ്യക്തിഭാവമില്ല, അവർ വ്യക്തിയായിട്ട് അവര് കാണുന്നില്ല. രണ്ടും ഒന്ന് തന്നെ. ഭഗവാനെ വ്യക്തിയായിട്ട് കാണുന്നില്ലല്ലോ. അപ്പൊ ആ അതിലേക്ക്, ആ ബ്രഹ്മത്തിലേക്ക് ലയിച്ചു, അല്ലെങ്കിൽ അതിൽ മുക്തി നേടി എന്ന അവിടെ വരെയാണ് അവർക്ക് തല്ലുള്ളൂ. അതിനപ്പുറമുള്ള ഭക്തി, അതിനപ്പുറം കാണുന്ന ഭഗവാനെ സേവ ചെയ്യേണ്ട ഭക്തിയെ കുറിച്ച് അവർക്ക് ജ്ഞാനമില്ല. അപ്പോൾ ഈ ബ്രഹ്മത്തിന്റെ നൈസർഗിക സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അടുത്ത പടിയിൽ പരമാത്മാവിലേക്ക് എത്തണം. അതിന്റെ മധ്യാവസ്ഥയാണ്. അതിനായത് 2-ാം ഘട്ടം. അതായത് ബ്രഹ്മത്തിൽ നിന്നും പരമാത്മാവിലേക്ക് എത്തുന്ന 2-ാം ഘട്ടമാണ്. ഇനി 3-ാം ഘട്ടം ഉണ്ട്. അതെന്താ? പരമപുരുഷനായ ഭഗവാൻ നിരപേക്ഷത്വത്തിന്റെ അന്തിമ സാക്ഷാത്കാരം. അപ്പോ ആ അന്തിമമായ സാക്ഷാത്കാരം, നിരപേക്ഷ തത്വത്തിന്റെ അന്തിമമായ സാക്ഷാത്കാരം ഭഗവാനിലേക്ക് എത്താന്നുള്ളത്. ഇപ്പോൾ നമ്മൾ അതീന്ദ്രിയ തലത്തിലേക്ക് ഈ ത്രിഗുണങ്ങളിൽ നിന്നും ഉയർന്ന് ബ്രഹ്മത്തിലെത്തിയാൽ മാത്രം പോരാ, അത് അവിടെ നിന്ന് കടന്ന് പരമാത്മാ സ്വരൂപിയായ ഭഗവാനിലേക്ക് എത്തണം. അതിനുശേഷം അതിന് അപ്പുറം 3-ാം ഘട്ടമായ പടിപടിയായി കയറി 3-ാം ഘട്ടമായ നിരപേക്ഷ തത്വത്തിന്റെ അന്തിമ സാക്ഷാത്കാരമായ ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അവിടേക്ക് എത്തേണ്ടതാണ് ഓരോ ജീവാത്മാവും. കാരണം ആ ഭഗവാന്റെ അംശമായ നമ്മൾക്ക് ആ ഭഗവാനിലേക്ക് തന്നെ എത്തിച്ചേരണം. പരമാത്മാവും വ്യക്തിശൂന്യ ബ്രഹ്മവും ഭഗവാനിൽ അധിഷ്ഠിതമാണ്. അപ്പോ ഈ നമ്മൾ പറഞ്ഞ ഈ വ്യക്തിശൂന്യമായ ഈ ബ്രഹ്മവും ഈ പരമാത്മാവും ഭഗവാനിൽ അധിഷ്ഠിതമാണ്. അതിൽ തന്നെ ഭഗവാൻ ഉൾക്കൊണ്ടിരിക്കുന്ന സംഭവം തന്നെ, അതിൽ തന്നെ ഉൾപ്പൂകിയിരിക്കുന്നത് തന്നെയാണ് അത്. പക്ഷെ ഇവർക്ക് ഈ അവ്യക്തിവാദികൾ അവര് ബ്രഹ്മം വരെയാണ് എത്തി നിൽക്കുന്നുള്ളൂ. അതിനപ്പുറം അവർക്ക് കടക്കുന്നില്ല. അതിനവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. പരമപുരുഷന്റെ അധമശക്തിയുടെ ആവിഷ്കാരമാണ് ഭൗതിക പ്രകൃതി എന്ന് നമ്മൾക്ക് മുമ്പ് അറിയാം. ഈ ഭഗവാന്റെ ശക്തികളിൽ ഞാൻ നേരത്തെ പറഞ്ഞു,
അതിന്റെ ഭൗതിക പ്രകൃതി ആ അധമശക്തിയുടെ ആവിഷ്കാരമാണ്. നമുക്ക് മുന്നത്തെ ക്ലാസ്സുകളിൽ അറിയാം. ഇപ്പൊ നേരത്തെ ശ്ലോകത്തിൽ ഞാൻ പറഞ്ഞു, ആ അധമമായ ഭൗതിക പ്രകൃതി ഭഗവാൻ ഉത്തമ പ്രകൃതിയുടെ അംശങ്ങളെ നിക്ഷേപിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഇത് സൃഷ്ടിയിൽ നടക്കണമെന്ന് വെച്ചാല് അധമമായ ഭൗതിക പ്രകൃതി ഭഗവാന്റെ ഉത്തമ പ്രകൃതിയുടെ അംശങ്ങൾ നിക്ഷേപിക്കുന്നു. അതാണ് ജീവസത്തകളെ അവിടെ നിക്ഷേപിക്കുന്നത്. അതാണ് ഭൗതിക പ്രകൃതിയുടെ ആധ്യാത്മിക സമ്പർക്കം. ഇപ്പൊ ഭൗതിക പ്രകൃതിയും ആധ്യാത്മികം പ്രകൃതിയുമായിട്ടുള്ള സമ്പർക്കം അങ്ങനെയാണ് വരുന്നത്. ആ ഭഗവാന്റെ തന്നെ അംശമായ ജീവാത്മാക്കളെ ഭൗതിക പ്രകൃതിയിൽ ഭഗവാന്റെ ഉത്തമ പ്രകൃതിയുടെ അംശങ്ങളെ, അതായത് ആ ജീവസത്തകളെ ഇവിടെ നിക്ഷേപിക്കുന്നു. അങ്ങനെയാണ് ഭൗതിക പ്രകൃതിയും ആധ്യാത്മ തമ്മിലുള്ള സമ്പർക്കം വരുന്നത്. ഭൗതിക പ്രകൃതിക്ക് അധീനമായ ജീവസത്ത ആധ്യാത്മിക ജ്ഞാനം വളർത്താൻ തുടങ്ങുമ്പോൾ, അപ്പൊ ഭൗതിക പ്രകൃതിക്ക് അധീനനായ, അധീതനല്ല അധീനനായ, അതിൽ പെട്ടുപോയ ആ ജീവസത്ത, ആ ഭൗതിക പ്രകൃതി പെട്ടുപോയ ജീവസത്ത ആധ്യാത്മിക ജ്ഞാനം വളർത്താൻ തുടങ്ങുമ്പോൾ അതായത് ആ ഭൗതികമായ ഗുണങ്ങളിൽ പെട്ട് അത്ര പെട്ടെന്നൊന്നും ആധ്യാത്മികതയിലേക്ക് എത്താൻ അവർക്ക് സാധിക്കില്ല. അവർക്ക് നല്ല അതിന്റെ ശിക്ഷണം വേണം. ആരെങ്കിലും ഗുരുക്കന്മാരുടെ സഹായം ഇല്ലാതെ നമുക്ക് ആ തലത്തിൽ, ഇനി ജന്മസിദ്ധമായി കിട്ടുന്ന ചില ആൾക്കാരുണ്ട്, നേരിട്ട് അവര് ഭക്തിയിലേക്ക് വരുന്ന ആ കഴിഞ്ഞ ജന്മത്തിന്റെ ഗുണം കൊണ്ട്, കർമ്മഗുണം കൊണ്ട് അവർക്ക് ജന്മത്തിൽ തന്നെ ഈ പുതിയ ജന്മത്തില് അവർ ചിലപ്പോൾ ആധ്യാത്മികയിൽ എത്തിച്ചേർന്നിരിക്കാം. അത് അവർക്ക് എളുപ്പമായിരിക്കാം. പക്ഷെ അതല്ലാണ്ട് ഈ ത്രിഗുണങ്ങളിൽ പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഭൗതിക പ്രകൃതിയുടെ എന്താ പറയാ ആധ്യാത്മിക സമ്പർക്കം ഉണ്ടാവണമെങ്കിൽ, ആ ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉയരണമെങ്കിൽ എന്താ വേണം? ആധ്യാത്മിക ജ്ഞാനം വളർത്താൻ ശ്രമിക്കണം. ആ ജ്ഞാനം കിട്ടണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും സത്സംഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ പരമ്പരാപ്രാപ്തമായുള്ള ഗുരുക്കന്മാരുടെ സഹായത്തോടെയാണ് നമുക്ക് അതിനെത്താൻ പറ്റുള്ളൂ. ആ ഭൗതികാസ്തിത്വത്തിന്റെ അവസ്ഥയിൽ നിന്ന് സ്വയം ഉയർന്ന ക്രമേണ ഭഗവാന്റെ ബ്രഹ്മം എന്ന സങ്കല്പത്തിലേക്കാണ് ശരി. ഈ സ്വയം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ആരെങ്കിലും സഹായം ഇല്ലാതെ അത് ബദ്ധാവസ്ഥയിൽ കിടക്കണല്ലോ, നമ്മൾ ബന്ധനത്തിലാണല്ലോ. അപ്പൊ ആരെങ്കിലും ആ ബന്ധനം മുറിച്ച് കിട്ടണമെങ്കിൽ, അതിന് വിടുതൽ കിട്ടണമെങ്കിൽ നമുക്ക് ആരെങ്കിലും സഹായം കൂടിയേ തീരും. അങ്ങനെ ആ സഹായത്തോടെ നമുക്ക് ബ്രഹ്മം എന്ന സങ്കല്പത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടുന്ന് പടിയായിട്ട് ആദ്യമായിട്ട് നമ്മൾ എത്തുന്നത് ബ്രഹ്മത്തിലേക്കാണ്. ആ ബ്രഹ്മത്തിലേക്ക് എത്തുക ആത്മസാക്ഷാത്കാരത്തിന്റെ ആദ്യ സോപാനം. അതായത് നമ്മള് ആ ആത്മസാക്ഷാത്കാരം, ഭഗവാനെ പ്രാപിക്കാനുള്ള അല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള നമ്മുടെ ലക്ഷ്യം അതാണ്. ജീവന്റെ ലക്ഷ്യം ഭഗവാന്റെ സന്നിധിയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യപടിയാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ ആദ്യപടിയാണ്, ആദ്യ സോപാനമാണ് ഈ ബ്രഹ്മ ഭാവനാപ്രാപ്തി. ബ്രഹ്മനിലേക്ക് എത്തുക എന്നുള്ള ഇത് ആദ്യപടിയായിട്ട് നമുക്ക് കണക്കാക്കാം. ഇവിടെ ബ്രഹ്മജ്ഞാനി ഭൗതികതയ്ക്ക് അതീതനാണ്. അപ്പോ ആ ബ്രഹ്മഭാവന പ്രാപ്തി നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ഇവിടെ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഭൗതികതയ്ക്ക്, അപ്പൊ ആ ഭൗതികതയുടെ ഗുണങ്ങൾ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ എന്നിരുന്നാലും അവിടുന്ന് ആ ബ്രഹ്മത്തിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൗതികമായ കെട്ടുപാടിൽ നിന്ന് കുറച്ച് രക്ഷപ്പെട്ടു. എന്നിരുന്നാലും ബ്രഹ്മസാക്ഷാത്കാരം ശരിക്കും പൂർണ്ണമല്ല. ബ്രഹ്മ സാക്ഷാത്കാരത്തിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. അതിന് ഇനിയും പ്രവർത്തനം ചെയ്യാനുണ്ട്. വേണമെങ്കിൽ അതേ നിലയിരുന്നുകൊണ്ട് പരമസാക്ഷാത്കാരത്തിലേക്കും പിന്നീട് ഭഗവത് സാക്ഷാത്കാരത്തിലേക്കും ക്രമേണ ഉയരാം. നമുക്ക് ബ്രഹ്മത്തിലേക്ക് അവിടെ എത്തി, ഇനി അത് മതി, ഇനി അദ്വൈതികൾ പറഞ്ഞ കൂട്ടത്തില് ഇതാണ് പൂർണ്ണത എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതല്ല, നമുക്ക് പരിശ്രമിച്ച് നമുക്ക് വീണ്ടും അതേ നിലയിൽ നിന്ന് കൊണ്ട് പരമസാക്ഷാത്കാരത്തിലേക്ക്, പിന്നെ അതിന് ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക്, പരമസാക്ഷാത്കാരം പരമാത്മാവിലേക്കും അതിനപ്പുറമുള്ള ഭഗവത് സാക്ഷാത്കാരത്തിലേക്കും ക്രമേണ ഉയരാൻ നമുക്ക് സാധിക്കും. പക്ഷെ അതിനൊക്കെ നമുക്ക് ആരുടെ സഹായം വേണം? നമുക്ക് ഗുരുവിന്റെ സഹായം വേണം. അല്ലെങ്കിൽ ഭഗവാന്റെ സഹായം കൂടി. ഭഗവാൻ തന്നെയാണ് ഗുരു എന്ന് പറയാം. ഭഗവാന്റെ എന്താ പറയാ, ഭഗവാൻ തന്നെയാണ് ഗുരു എന്ന് നമുക്കറിയാം. അപ്പൊ ഗുരുവിന്റെ തന്നെ ഇതുകൊണ്ട് കരുണ കൊണ്ട് തന്നെയാണ് നമുക്ക് അതിനെ പടിപടിയായിട്ട് ഉയരാൻ സാധിക്കുള്ളൂ. അങ്ങനെ വൈദിക സാഹിത്യത്തിൽ ഇതിനെ അങ്ങനെ നമുക്ക് പുതിയ എന്താ പറയാ ബ്രഹ്മത്തിൽ നിന്നും ഉയരണമെങ്കിൽ നമുക്ക് പരിശ്രമിച്ചാൽ ഗുരുവിന്റെ സഹായത്തോടെ നമുക്ക് ഉയരാൻ സാധിക്കും. വൈദിക സാഹിത്യത്തിൽ ഇതിനേറെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വൈദിക സാഹിത്യത്തിൽ നമുക്കറിയാം 4 കുമാരന്മാരുടെ കാര്യങ്ങൾ അറിയാം. സനകൻ, സനന്ദൻ, സനാതൻ, സനത്കുമാർ എന്നുള്ള 4 കുമാരന്മാരുണ്ട്. അവര് ഈ നാസ്തികരെ പോലെയാണ്. അവർക്ക് ഇങ്ങനെ ബ്രഹ്മത്തിന് മാത്രം അത് ആ തലത്തിൽ മാത്രം ഉള്ള ആൾക്കാരായിരുന്നു. അവർക്ക് ഭക്തി ഉണ്ടായിരുന്നില്ല ശരിക്കും. അവര് അതിനുശേഷമാണ് ഭക്തിയിലേക്ക് വന്നത്. അപ്പോ ആ പരമസത്യത്തെ കുറിച്ച് ബ്രഹ്മ എന്ന സങ്കല്പമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ബ്രഹ്മം മാത്രമാണ് ഉണ്ടായിരുന്നുള്ളത് ഈ സനകുമാരന്മാരുടെ വിചാരം. പിന്നീട് അവർ ക്രമേണ ഭക്തിപരിതമായ ഭഗവത് സേവനത്തിലേക്ക് ഉയർന്നു. അങ്ങനെ പടിപടിയായിട്ട് അവർ ഉയരുന്നു. വ്യക്തിശൂന്യ ബ്രഹ്മസങ്കല്പത്തിന് അപ്പുറം എത്താൻ സാധിക്കാത്തവർക്ക് വീഴ്ച പറ്റി. അപ്പൊ
അങ്ങനെ നമ്മളൊക്കെ ആ കുമാരന്മാരെ പോലെ അവരും ബ്രഹ്മത്തിൽ വിശ്വസിച്ചിരുന്നതാണ്. അവർക്കും ബ്രഹ്മം വരെയാണ് ആ വ്യക്തിരൂപമായ ഭഗവാനെ കാണാനുള്ള ഇതുണ്ടായിരുന്നില്ല. പക്ഷെ അവരും ക്രമേണ ഭക്തിപരിതമായ ആ അന്തരീക്ഷത്തിൽ കൂടി ഭഗവത് സേവനത്തിൽ കൂടി അവർക്ക് ഉയരാൻ സാധിച്ചു. അതുപോലെ നമ്മൾക്കും എല്ലാവർക്കും അങ്ങനെ ഉയരേണ്ടതാണ്. എന്നാൽ വ്യക്തിശൂന്യ ബ്രഹ്മസങ്കല്പത്തിന് അപ്പുറം എത്താൻ സാധിക്കാത്തവർക്ക്, വ്യക്തിഭാവത്തിൽ വ്യക്തിത്വം ഇല്ല എന്ന് കരുതുന്ന ഈ അദ്വൈതവാദികൾക്ക്, അവർക്ക് അതിനപ്പുറം കടക്കാൻ സാധിക്കില്ല. അവർക്ക് എന്ത് സംഭവിക്കും? അവർക്ക് ആ വ്യക്തിത്വഭാവം കാണാത്തവർക്ക്, ഭഗവാന്റെ വ്യക്തിരൂപം മനസ്സിലാക്കാതെ നിർഗുണ നിരാകാര നിർമ്മയം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന അവർക്ക് ഈ വീഴ്ച സംഭവിക്കാൻ എളുപ്പമാണ്. കാരണം വെച്ചാൽ ആ ബ്രഹ്മം വരെ അവർക്ക് മനസ്സിലാവുന്നുള്ളൂ. അതിനപ്പുറം ഭഗവാനെ വ്യക്തിരൂപത്തിൽ കണ്ടാൽ ആ ഭഗവാനെ വീണ്ടും സേവ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ആ ഭഗവാന്റെ പൂർണ്ണമായ എന്താ പറയുക നിരപേക്ഷ തത്വമായ ആ പരമപുരുഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അത് ഇവർക്ക് എന്താ വെച്ചാൽ ഇവര് ആ ബ്രഹ്മത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട്, അവിടെ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് അവർക്ക് വീഴ്ച പറ്റിയേക്കാം എന്നാണ് പറയുന്നത്. വ്യക്തിശൂന്യ ബ്രഹ്മത്തോളം എത്തിയാലും പിന്നീട് മുന്നോട്ട് നീങ്ങാതെയും പരമപുരുഷനെ കുറിച്ച് വിവരമില്ലാതെയും ഇരിക്കുന്നവരുടെ ബുദ്ധി പൂർണ്ണമായും ശുദ്ധമല്ലെന്ന് ഭാഗവതത്തിൽ പറയാണ്. ഇങ്ങനെ വ്യക്തിശൂന്യ ബ്രഹ്മത്തോളം എത്തിയാലും ബ്രഹ്മൻ എന്ന് പറഞ്ഞ ബ്രഹ്മത്തിന്റെ അവിടെ നമ്മൾ വ്യക്തിശൂന്യാണ്. അവർക്ക് വ്യക്തമായിട്ട് ആ ആകാരമില്ലാതെ ആരാധിക്കുന്നവരാണ്. അപ്പൊ അവിടെ എത്തിയാലും പിന്നീട് മുന്നോട്ട് നീങ്ങാൻ അവർക്ക് സാധിക്കില്ല. അത് എന്താ, പരമപുരുഷനെ കുറിച്ച് വിവരമില്ലാതിരിക്കും. പിന്നെന്താ, അങ്ങനെ അവർക്ക് ബുദ്ധിക്ക് നാശം സംഭവിക്കും. അങ്ങനെയുള്ളവർക്ക് വീണ്ടും അതപ്പതം, അവരുടെ ഭക്തി ശുദ്ധമല്ല, അവരുടെ ബുദ്ധി ശുദ്ധമല്ല എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ബ്രഹ്മതലത്തിൽ എത്തിയവർക്കും ഭഗവത് സേവനത്തിൽ ഏർപ്പെടാതിരുന്നാൽ വീഴ്ച പറ്റാം. അപ്പൊ ബ്രഹ്മപദത്തിൽ എത്തിയെന്ന് പറഞ്ഞാലും കാര്യമില്ല, അവിടുന്ന് അപ്പുറം കടക്കാൻ സാധിച്ചില്ലെങ്കിൽ വീണ്ടും നമുക്ക് താഴേക്കടയിലേക്ക് തന്നെ വീഴേണ്ടതായിട്ട് വരും. അങ്ങനെ വീഴ്ച പറ്റും. വൈദിക ഭാഷയിൽ ഇങ്ങനെയും പറയുന്നുണ്ട്: രസോ വൈസ രസം ഹേ വ്യായം ലബ്ധ്വാനന്തി ഭവതി. ആനന്ദ സമ്പന്നയാണ് കൃഷ്ണൻ. അത് വൈദിക സാഹിത്യത്തിൽ അങ്ങനെ ഒരു ശ്ലോകം പറയുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല, ഞാനത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ആനന്ദ സമ്പന്ന, അതായത് ഭഗവാൻ ആനന്ദ സമ്പന്നയാണ്. ഭഗവാനെ അത്രയും രസാത്മകമായിട്ടിരിക്കുന്ന തലത്തിലിരിക്കുന്ന ഭഗവാനാണ്. അവിടേക്ക് എത്തണമെങ്കിൽ അതിൻ്റെതായ പ്രവൃത്തികൾ അയച്ച ആ ബ്രഹ്മത്തിൽ നിന്ന് അപ്പുറം കടന്നാലേ അവിടേക്ക് എത്താൻ സാധിക്കുള്ളൂ. അവിടുത്തെ അറിഞ്ഞവർ യഥാർത്ഥത്തിൽ ആനന്ദം അനുഭവിക്കുന്നു. അതായത് ആ ഭഗവാനെ ആ വ്യക്തിരൂപത്തിൽ മനസ്സിലാക്കിയാൽ ആനന്ദമയമായിരിക്കും, അങ്ങനെ ആനന്ദം അനുഭവിക്കും എന്നാണ് ആ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ അറിഞ്ഞവർ യഥാർത്ഥത്തിൽ ആനന്ദം അനുഭവിക്കുന്നു. തൈത്തിരീയോപനിഷത്തിൽ 2.7.1 എന്ന് പറഞ്ഞു. ഷഡൈശ്വര്യ സമ്പന്നനാണ് ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ ഈ ഷഡൈശ്വര്യം എന്നെന്താ? സമ്പത്ത്, ഫലം, പിന്നെന്താ സൗന്ദര്യം, ജ്ഞാനം, യശസ്, ത്യാഗം, ഇതെല്ലാം ഭഗവാന്റെ ഷഡൈശ്വര്യം. മറ്റുള്ള ദേവന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ ദേവതകളിൽ നിന്ന്, മറ്റുള്ള ദേവീ ദേവന്മാരിൽ നിന്നും, അല്ലെങ്കിൽ ശിവൻ, അല്ലെങ്കിൽ വിഷ്ണു, ഈ തലത്തിൽ നിന്നും ഭഗവാനെ, കൃഷ്ണനെ ആ 64 ഗുണങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഷഡൈശ്വര്യങ്ങളാണ്. മറ്റുള്ളവർക്ക് ഇല്ലാത്ത ആ ഷഡൈശ്വര്യങ്ങൾ. അപ്പൊ അതിലേക്ക് എത്തിക്കുന്ന അത് ഈ ഭക്തനിലേക്കും, അതായത് അവിടെ എത്തിച്ചേരുന്ന ഭക്തനിലേക്കും അത് സമീപിക്കുമ്പോൾ ഈ 6 ഐശ്വര്യങ്ങളും ആ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുക, പരമദിവ്യത്വ മനുഷ്യനിലേക്ക് നമ്മൾ ഭഗവാന്റെ പൂർണ്ണ തലത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് ആ ഭക്തനിലേക്കും അത് എത്തിച്ചേരുന്നു. സേവകനും ഏതാണ്ട് രാജാവിനെ പോലെ സുഖം. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, രാജാവും സേവകന് കാര്യം പറഞ്ഞു. അപ്പൊ ആ രാജാവും സേവകനും ഒരുപോലെ ആയിത്തീരുന്നു എന്ന് പറയും. എന്നിരുന്നാലും അവർ രണ്ട് വ്യക്തികൾ തന്നെയാണെന്ന് കൂടി മനസ്സിലാക്കണം. സേവകനും ഏതാണ്ട് രാജാവിനെ പോലെ സുഖം അനുഭവിക്കുന്നു. ഭക്തി സേവനത്തോടൊപ്പം ശാശ്വതമായ ആനന്ദവും ശാശ്വതമായ ജീവിതവും ഉണ്ടാകുന്നു. അപ്പോ അവിടെ വീണ്ടും അവിടെ ഭക്തി സേവനവും, അതായത് പദം കഴിഞ്ഞാലും അപ്പുറത്ത് കടന്നാലും ശാശ്വതമായ ജീവിതമുണ്ട്, ശാശ്വതമായ ആനന്ദമുണ്ട്. എല്ലാം ആ ഗോലോക വൃന്ദാവനത്തിൽ, അല്ലെങ്കിൽ ആ നമ്മൾ 1/4 ഭൗതിക ലോകം, 3/4 ആധ്യാത്മിക ലോകം പറയുന്നത്. ആധ്യാത്മിക ലോകത്തിലെ ഭഗവാന്റെ തന്നെ സ്വരൂപങ്ങളായി 4 കൈകളോട് കൂടിയ ആ ഭഗവാന്റെ രൂപത്തോട് കൂടിയ ആത്മാക്കളായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് എന്നാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ തലത്തിലേക്ക് നമുക്ക് ഉയർന്നാൽ ആ ഭഗവാന്റെ ഈ ഷഡൈശ്വര്യങ്ങൾ ആ ഭക്തനിലേക്കും എത്തിച്ചേരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ രാജാവിനെ പോലെ തന്നെ ആ സുഖങ്ങൾ ഭക്തനും അനുഭവിക്കാം, ആ സേവകനും അനുഭവിക്കാം. അവിടെ എത്തുമ്പോൾ അവിടെ എല്ലാവരും തുല്യരാണ്, അല്ലെ? ഭൗതിക ആധ്യാത്മിക ലോകത്തില് എല്ലാവരും, ഭഗവാനും ഭക്തരും എല്ലാവരും ഒരേ തുല്യത്തിൽ കൂടി അവിടെ ആനന്ദിക്കുകയാണ്. അവിടെ
ഭക്തിയുത സേവനത്തിൽ ബ്രഹ്മസാക്ഷാത്കാരവും ശാശ്വതത്വവും അക്ഷയത്വവും ഉൾക്കൊള്ളുന്നു. ഭക്തിയുത സേവനത്തിൽ മുഴുകിയിരിക്കുന്ന ഭക്തന് ഇവയെല്ലാം സിദ്ധമാകുന്നു. അപ്പൊ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ ഇതെല്ലാം ആ ഭക്തന് സിദ്ധമാവാണ്, പ്രാപ്തമാവാണ്. പ്രകൃത്യാ ബ്രഹ്മം തന്നെയാണെങ്കിലും ജീവസത്യക്ക് ഭൗതിക ലോകത്തെ കീഴടക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോ എന്താ പറയാ, ആദ്യമേ നമുക്കറിയാം ഈ ജീവസത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, ഭൗതിക ലോകം കീഴടക്കണം. ആ കീഴടക്കി രാജാവായിട്ട് തന്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ആ ഭൗതിക ലോകത്തിന് വളച്ചൊടിച്ച് തന്റെ കയ്യിലേക്ക് ഒതുക്കണം എന്നുള്ളൊരു ഭാവമാണ് നമ്മുടെ ഈ ജീവസത്തി. ഇതാണ് തന്റെ അധപ്പതനത്തിന് കാരണം. അപ്പൊ ഈ ഭൗതിക ലോകത്തിലെ ജീവസത്തിലുള്ള പ്രശ്നം എന്താണ്, ഈ ഭൗതിക ലോകത്തിനെ അടക്കി ഭരിക്കാനുള്ള പ്രവണത കൊണ്ട് അത് ഉള്ളിടത്തോളം അത് ത്രിഗുണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്താ ആ ജീവന്റെ അധപ്പതനത്തിനാണ് അതുകൊണ്ടാണ് അവർ അധപ്പതനത്തിന് കാരണം. വാസ്തവത്തിൽ ജീവസത്ത പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതമാണ്. അത് മുമ്പ് എല്ലാം പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്, അറിയുന്ന കാര്യങ്ങളാണ്. ഈ പ്രകൃതി ഗുണങ്ങൾ അതീതനാണ് ജീവസത്ത. ആ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ത്രിഗുണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് കർമ്മങ്ങളൊക്കെ നടക്കുന്നത്. ജീവസത്തയ്ക്ക് ബന്ധത്തിലെ ജീവസത്ത ആ ഭൗതിക ശരീരത്തിൽ പെട്ടുപോയി എന്നുള്ള ഒരു ഇത് മാത്രമേ ജീവസത്തയ്ക്കുള്ളൂ. ഭൗതിക പ്രകൃതിയോടുള്ള സമ്പർക്കമാണ് അതിനെ സത്വരജോ ഗുണ തമോ ഗുണങ്ങളിൽ കൊടുക്കുന്നത്. ആ ഭൗതിക പ്രകൃതിയോടുള്ള സമ്പർക്കം, ഈ ഭൗതിക ലോകത്ത് വന്നുപെട്ടു, ഭൗതിക പ്രകൃതിയുമായി സമ്പർക്കം വന്നു. അപ്പൊ ഭൗതിക പ്രകൃതിയിലുള്ള ത്രിഗുണങ്ങളുമായി ആ ത്രിഗുണങ്ങളോടുള്ള ബന്ധം കൊണ്ടാണ് ആ സത്വരജോ തമോ ഗുണങ്ങൾ കൊണ്ട് പെട്ടുപോവാണ് ചെയ്യുന്നത്. ഈ ത്രിഗുണങ്ങളുടെ ബന്ധം കൊണ്ടാണ് ഭൗതിക ലോകത്തെ കീഴടക്കുന്നത് ആഗ്രഹം. അപ്പൊ ഭൗതിക ലോകത്തെ കീഴടക്കാൻ ആഗ്രഹം എന്താണ്, ഈ ത്രിഗുണങ്ങൾ ഈ ഗുണങ്ങൾ കൊണ്ട് ആണ് ഈ എന്താ പറയാ ഈ ഭൗതിക ലോകത്തെ കീഴടക്കുന്നുള്ള ആഗ്രഹം വരുന്നത്. അപ്പൊ ഇത് എല്ലാത്തിനും കാരണം ഈ ത്രിഗുണങ്ങളാണ്. അതിനെ അതിജീവിക്കാനല്ലാണ്ട് നമുക്ക് വേറെ രക്ഷയില്ല ഭഗവത് പ്രാപ്തി ഉണ്ടാവാൻ, ജീവനുണ്ടാകും. തികഞ്ഞും കൃഷ്ണാവബോധത്തോടെ ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടാലുടനെ അതീന്ദ്രിയ അവസ്ഥയിലത്. അപ്പൊ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്, തികഞ്ഞ കൃഷ്ണാവബോധത്തിൽ ഏർപ്പെടുക, ഭഗവാൻ ഭക്തനാവുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അതീന്ദ്രിയ അവസ്ഥയിലെത്താം. ഭൗതിക പ്രകൃതി കീഴടക്കാമെന്ന നിയമവിരുദ്ധമായ ആഗ്രഹം നീങ്ങുകയും ചെയ്യും. അത് നിയമവിരുദ്ധമാണെന്ന് പറയുന്നത്. ആ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറണമെങ്കിൽ ആ ഭഗവാന്റെ ശരണാഗതി പ്രാപിച്ച് ഭഗവാന്റെ പാദങ്ങളെ നമ്മള് അങ്ങനെ മുറുകെ പിടിക്കുക തന്നെ വേണം. അന്ന് തന്നെയാണ് നമുക്ക് ഈ ബോധികളിൽ നിന്ന്, നമുക്ക് ഈ ഗുണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്തിയുത സേവനം സാക്ഷാത്കാരത്തിനെ ഭക്തന്മാരെ സഹവസിച്ചുകൊണ്ട് ശ്രവണം. അപ്പൊ ഈ സത്സംഗങ്ങളിൽ കൂടി ഭഗവത് ഭക്തന്മാരുമായുള്ള സമ്പർക്കത്തിൽ കൂടി ശ്രവണം, കീർത്തനം, സ്മരണം മുതലായ 9 ഭക്തി സാധനങ്ങളിൽ നവതയിൽ കൂടി നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുക. ആ ഭക്തി വർദ്ധിപ്പിച്ചിട്ട് സത്സംഗങ്ങളിൽ കൂടി നിത്യപ്പോ എന്താ പറയാ ധാമങ്ങൾ സന്ദർശിച്ചപ്പോ പ്രഭു ഇവിടെ എന്താ പറയാ ശ്രീരംഗൊക്കെ പോയി. അപ്പൊ എല്ലാവരും അവിടെയൊക്കെ പോയി നല്ല അനുഭവങ്ങൾ ഞാൻ അറിഞ്ഞു. അപ്പോ അതൊക്കെ അങ്ങനെയൊക്കെ പോയി നമുക്ക് നമ്മുടെ ഭക്തിയെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ധാമങ്ങളൊക്കെ സന്ദർശിക്കുക, നാമസങ്കീർത്തനം ചെയ്യുക, നാമം ജപിക്കുക, ജപം നടത്തുക, ഹരേ കൃഷ്ണ മഹാമന്ത്രം 16 മാല, അതിൽ 16 മാല നമ്മൾക്ക് ഒരു എണ്ണം പറഞ്ഞിട്ടുണ്ടെന്നല്ലോ, അതിലും കൂടുതൽ സാധിക്കുന്നവർ അതിലും കൂടുതൽ ചെല്ലുക. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഭക്തിയെ വർദ്ധിപ്പിച്ചാൽ നമുക്ക് ഈ ബന്ധനത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാം. അതായത് അതീന്ദ്രിയയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ആ ബന്ധനത്തിൽ നിന്ന് വിട്ട് നമുക്ക് അതീന്ദ്രിയ എത്താൻ സാധിക്കും. ഇത്തരം സഹവാസം കൊണ്ട് ക്രമേണ ആധ്യാത്മികാചാര്യന്റെ പ്രേരണാഫലമായി പ്രകൃതിയെ ജയിക്കണമെന്ന ഭൗതിക വാഞ്ച അടങ്ങും. അപ്പൊ ആ പ്രകൃതിയെ അടക്കി ഭരിക്കണം എന്നുള്ള സ്വഭാവത്തിൽ നിന്ന് നമുക്ക് വിട്ടുകിടണമെങ്കിൽ ഈ വക പ്രവർത്തനങ്ങൾ കൂടി മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ ആ ആചാര്യന്റെ വാക്കുകളെ നമ്മൾ അനുസരിക്കുക, അത് രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക. അങ്ങനെ നമ്മൾക്ക് ഈ ഭൗതികമായ ഈ ഗുണങ്ങളിൽ നിന്ന് നമുക്ക് ഉയരാൻ സാധിക്കും, അവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ മനസ്സുറയ്ക്കും. അങ്ങനെയാണ് നമുക്ക് ഭഗവാന്റെ സേവനത്തിൽ മനസ്സുറയ്ക്കാൻ സാധിക്കുള്ളൂ. ഈ പ്രക്രിയയെ പറ്റിയാണ് ഇവിടെ 22-ാം ശ്ലോകം മുതൽ വിവരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പ്രക്രിയ, അതായത് ത്രിഗുണങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം അല്ലെങ്കിൽ അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നാണ് ഈ അധ്യായത്തിൽ 22-ാം ശ്ലോകം മുതൽ നമുക്ക് പറഞ്ഞു തരുന്നത്. എപ്പോഴും കൃഷ്ണനെ സേവിക്കുന്നതിൽ നിരന്തരായ സദാസമയം ഭഗവാനെ സേവിക്കുക. 24 മണിക്കൂറും പോരാ എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് സാധിക്കുമെങ്കിൽ ഏത് സമയത്തും ഭഗവാനെ ഓർക്കാൻ നമ്മൾ ശ്രമിക്കുക, അല്ലെങ്കിൽ നാമം ചൊല്ലാൻ ശ്രമിക്കുക. ആൾക്കാർക്ക് ഈ ഭഗവത്ഗീത ആൾക്കാരിലേക്ക് എത്തിക്കുക. ഭഗവാന്റെ വാണി എല്ലാവരിലും എത്തിക്കുന്നത് തന്നെ ഏറ്റവും വലിയ സേവയാണ്. ഭഗവാൻ പറഞ്ഞ വചനങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നതോടുകൂടി നമുക്കും ഇതിൽ നിന്ന് ഉയരാൻ, ഈ തലത്തിൽ ഈ ഭൗതികതയിൽ നിന്ന് ഉയരാൻ നമുക്ക് സാധിക്കും.
ഭഗവാൻ നിവേദിച്ചതേ ഭക്ഷിക്കാവൂ. അപ്പൊ നമുക്ക് ഇതൊക്കെ വരണമെങ്കിൽ എന്താണ്? ഭഗവാന്റെ പ്രസാദം കഴിക്കുക അല്ലെ? അപ്പൊ ആ നാവ് കീർത്തനം ചെയ്യുന്നതോടൊപ്പം ഭഗവത് പ്രസാദം കഴിക്കുമ്പോൾ ആ ഇന്ദ്രിയത്തിലെ നമ്മൾ ഏറ്റവും മുമ്പ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് നാവിനെ തന്നെയാണ്. ആ നാവിനെ നിയന്ത്രിച്ചാൽ തന്നെ നാവ് ഈ ഭക്ഷണം കൊണ്ടാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കൂടുതൽ പ്രചോദനങ്ങൾ വരുന്നത്. ഓരോ രുചികരമായ ഭക്ഷണം കഴിക്കും നമ്മുടെ പല ഇന്ദ്രിയങ്ങളെയും അത് പ്രകോപിപ്പിക്കുന്നുണ്ട് ഈ നാവ്. അപ്പോൾ അതിനെ അടക്കണമെങ്കിൽ നാമജപം കൊണ്ടും ഭഗവാന്റെ പ്രസാദം സേവിക്കുന്നതുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ നിവേദ്യങ്ങൾ ഭക്ഷിക്കുക, തൃപ്പാദങ്ങളിൽ അർപ്പിക്കപ്പെട്ട പൂക്കളുടെ ഗന്ധം നുകരണം. അപ്പൊ നമ്മുടെ ഒരേ ഇന്ദ്രിയങ്ങളെയും നമ്മള് ഭഗവാന്റെ പാദപുഷ്പങ്ങളെ ഇപ്പൊ നാസാരന്ധങ്ങൾ കൂടി നമ്മൾ പുഷ്പങ്ങൾ ആ തുളസി ഗന്ധം നുകർന്ന് കൃഷ്ണന്റെ എന്താ പറയുക പ്രസാദം കഴിച്ച് നാവുകൾ കൊണ്ടും പിന്നെ കീർത്തനങ്ങൾ കേട്ട് കാതുകൾ കൊണ്ടും കീർത്തനങ്ങൾ ചൊല്ലി നാവ് കൊണ്ടും അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി ഭഗവാനെ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളാണ് നമ്മളെ ഈ ഭൗതികതയിൽ പിടിച്ചിടുന്നത്. അപ്പൊ ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സേവിച്ച് ആ സേവയിൽ കൂടി നമുക്ക് ഉയരാൻ ഭക്തിയുതമായ തലത്തിലേക്ക് ഉയരാൻ സാധിക്കും. കൃഷ്ണൻ തന്റെ ദിവ്യലീലകൾ നടത്തിയ സ്ഥലങ്ങൾ സന്ദർശിക്കും. അതാണ് ധാമുകളൊക്കെ സന്ദർശിക്കാൻ പറയാ. ഇപ്പൊ പ്രഭു അടുത്ത എന്താ പറയാ വൃന്ദാവനം അത് മെസ്സേജ് ഇട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ പോവാ. താല്പര്യം ഉണ്ടാവണം എന്നാ പറയുന്നത്. അപ്പോ എല്ലാവർക്കും അതിലേക്ക് പോകാൻ സാധിക്കട്ടെ. പിന്നെ ഭഗവാന്റെ ലീലകളെയും ഭക്തന്മാരിൽ അദ്ദേഹം എത്രമാത്രം കാര്യം ചൊരിയുന്നു എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളെ വായിച്ചറിയും. അത് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഭഗവാന്റെ കഥകളുള്ള പുസ്തകങ്ങൾ, കൃഷ്ണ എന്നുള്ള പുസ്തകം നമ്മുടെ പ്രഭുപാദരുടെ ഒരു പുസ്തകമുണ്ട്. അതിലൊക്കെ ഒരുപാട് കഥകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വായിക്കാൻ സാധിക്കുന്നവർക്ക് വായിക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിലെ ഭക്തി വളർത്തിയിട്ട് ഭഗവാന്റെ ആ അതീന്ദ്രിയമായ ആ അനുഭൂതി അറിയാൻ വേണ്ടി നമ്മൾ വളരെയധികം ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എന്താ പറയാ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് സദാ ഉരുവിടുക. ആ മഹാമന്ത്രം സദാ ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഭഗവാന്റെയും അവിടുത്തെ ഭക്തന്മാരുടെയും ആവിർഭാവം തിരോഭാവം. പിന്നെന്താ നമ്മുടെ ഏകാദശി നോൽക്കുന്നുണ്ട്. പിന്നെ പ്രഭുപാദരുടെ അപ്പിയറൻസ് ഡേ, അങ്ങനെയുള്ള ദിവസങ്ങള്, ശ്രീകൃഷ്ണ ജയന്തി, രാധാഷ്ടമി, ഇങ്ങനെയുള്ള ദിവസങ്ങളില് ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവം, അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ എല്ലാം ഈ പരമ്പര പ്രകാരമുള്ള ആചരിക്കുന്ന എല്ലാ ഉപവാസങ്ങളും നമുക്ക് എടുക്കാൻ പറ്റുക. അതൊക്കെ നോക്കുന്നതോടുകൂടി നമ്മളുടെ ഉള്ളിലുള്ള ഭക്തി വളരും. അങ്ങനെ നമുക്ക് ആ ഭഗവാന്റെ എന്താ പറയുക അതീന്ദ്രിയ തലത്തിലേക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇങ്ങനെ ജീവിച്ചാൽ എല്ലാ ഭൗതിക ബന്ധങ്ങളിൽ നിന്നും നമുക്ക് മുക്തനാകും. അങ്ങനെയൊക്കെ നമുക്ക് ശ്രമിച്ചാലേ നമുക്ക് ഈ ഭൗതികമായ കെട്ടിൽ നിന്നും ഈ ഗുണങ്ങളിൽ നിന്നും നമുക്ക് മുക്തനായിട്ട്, അർജുനൻ ചോദിച്ച ചോദ്യമില്ല എങ്ങനെ മുക്തനാവാം, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മുക്തനാകാൻ സാധിക്കുള്ളൂ. അങ്ങനെ മുക്തനായിട്ട് നമുക്ക് ആ ബ്രഹ്മജ്യോതി അല്ല അതിലേക്ക് ബ്രഹ്മാനുഭൂതിയില് മറ്റേതെങ്കിലും തലത്തിലേക്ക് നിലയുറപ്പിക്കുന്ന ഭക്തൻ ഗുണം കൊണ്ട് ഭഗവത് സദൃശനുണ്ട്. അപ്പൊ അങ്ങനെ അതിലപ്പുറം നമുക്ക് ബ്രഹ്മത്തിൽ നിന്നും അപ്പുറം പരമാത്മാവിൽ അതിന് അപ്പുറമായ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഈ ചിട്ടകൾ കൂടിയുള്ള ദൃഢവിശ്വാസത്തോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി വ്യതിചലിക്കില്ല നവ്യഭിചാരീണ എന്ന് വീണ്ടും പറയാണ്. ആ വ്യതിചലിക്കാത്ത മനസ്സോട് കൂട്ടിയിട്ട് നമുക്ക് ഈ കർമ്മങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭഗവാനിലേക്ക് എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരും ഇതിന് പരിശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. നന്നായിരുന്നു. ഹരേ കൃഷ്ണ. നന്നായിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുനന്റെ മൂന്നാമത്തെ ചോദ്യത്തിന് മറുപടിയാണ്. അവ്യഭിചാരേണ, വിചാരമായ വ്യക്തി എന്നുള്ള ജ്ഞാനത്തിന്റെ ഭാഗം പരമാധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവ്യവിചാരമായ ആ ജ്ഞാനത്തിന്റെ ഭാഗമായിട്ട് അവ്യവിചാരമായ ഭക്തി, ഈ വിചാരം വെച്ച കലർപ്പില്ലാത്ത, ബാക്കിയൊന്നുമില്ല, അനന്യമായ ഭക്തി. കൃഷ്ണനാണ് സർവസ്വം, ഭക്തിയാണ് അതിന്റെ ഏകമാർഗം. അതാണ് അനന്യം എന്ന് പറയുന്നത്. കൃഷ്ണനല്ലാതെ വേറൊരു ലക്ഷ്യമില്ല. കട്ടിയാണോ വീണ്ടും ഒന്നാണോ? ഓക്കെ. മൂന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി അനന്യമായ അവ്യഭിചാരേണ. വ്യഭിചാരം എന്ന് വെച്ചാൽ 30-ാം അധ്യായത്തിലെ നമ്മള് ജ്ഞാനത്തിന്റെ ഭാഗം അതിൽ പറഞ്ഞിട്ടുണ്ട് അവ്യഭിചാരമായ ഭക്തി എന്നുള്ളത്. അവ്യഭിചാരൻ വ്യഭിചാരമില്ലാത്ത, മിക്സ്ചറില്ലാത്ത, വേറൊന്നിനോടും കലരാത്ത, അല്ലെങ്കിൽ പലരും എല്ലാത്തിനോടും കലരുന്ന വ്യഭിചാരം വെച്ചതാണ്. അപ്പം
അനന്യഭക്തി എന്ന് പറയും. കൃഷ്ണനല്ലാതെ വേറെ ലക്ഷ്യമില്ല, ഭക്തിയല്ലാതെ വേറെ മാർഗമില്ല എന്ന് ആരിലാണോ ഉറച്ച വിശ്വാസമുള്ളത് അയാൾക്ക് മാത്രമേ ഗുണത്തിന് പുറത്തു വരാൻ പറ്റൂ. അതാണ് അർജുനയുടെ പറഞ്ഞെടുക്കണം. എങ്ങനെ പുറത്തു വരുന്നു? മാം ചോ അവ്യഭിചാരേണം. അയാൾക്ക് മാത്രമേ ഗുണത്തിന് പുറത്തു വരാൻ പറ്റുള്ളൂ. ബ്രഹ്മഭൂയായ കൽപ്പതേ. ബ്രഹ്മഭൂയായ വെച്ചാൽ അയാളുടെ സ്വരൂപം അയാൾ വീണ്ടെടുക്കുന്നു. ആത്മാവിന്റെ സ്വരൂപം വെച്ചാൽ 8 ഗുണങ്ങൾ ആത്മാവിനുണ്ടെന്ന് നമുക്കറിയാം. പലരും പഠിച്ചിട്ടുണ്ട്. ചാന്തോഗ്യോപനിഷത്തിൽ പഠിച്ചിട്ടുണ്ട്. പാപം ചെയ്യാത്തവൻ, മരണമില്ല, വാർദ്ധക്യമില്ല, വിശപ്പില്ല, ദാഹമില്ല, ശോകമില്ല, എപ്പോഴും സങ്കല്പം, ദൃഢസങ്കല്പം ആൻഡ് ദൃഢമായിട്ടുള്ള ഡിസയേഴ്സും. സത്യകാമ സത്യസങ്കല്പ. സത്യകാമ ഡിസയേഴ്സ്, സത്യസങ്കല്പൻ ഫുള്ളി ട്രൂത്ത്ഫുൾ. അങ്ങനെ 8 ഗുണങ്ങളാണ് ബ്രഹ്മനുള്ളത്. അത് ഭഗവാന്റെ ഗുണങ്ങൾ തന്നെയാണ്. അത് ഈ അറ്റൈൻസ് കൽപ്പതേച്ച് അറ്റൈൻസ്. എങ്ങനെ? ഭഗവാന്റെ ഭക്തി കൊണ്ട് മാത്രമേ നമുക്ക് ആ സ്വരൂപം കിട്ടാൻ വഴിയുള്ളൂ. അല്ലാതെ വേറെ നമുക്ക് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സ്വരൂപം ഇല്ലാതാവുന്നില്ല പറഞ്ഞു. ഭഗവാൻ എത്തിക്കഴിഞ്ഞാൽ ഭഗവാന്റെ നമ്മുടെ സ്വരൂപം ഉണ്ടാകുന്നില്ല എന്നത് തെറ്റാണ്. മദ്ഭാവം യാതി അധ്യായത്തിൽ 5-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്റെ മാത്രം ആശിക്കുന്ന മദ്ഭാവം അധികച്ചതയാ. സോറി, യാതി മദ്ഭാവം അന്തികാലിച്ച് മാമേ സ്മരൻ തെക്വകലേവനം എന്ന ശ്ലോകത്തില് മദ്ഭാവം യാതി എന്ന് പറഞ്ഞിട്ട് എന്നെ ബാധിച്ച എന്റെ ക്വാളിറ്റി, എൻ്റെ അതേ സദൃശ്യമായിട്ടുള്ള ക്വാളിറ്റി എത്തുന്നു. മാം സാധർമ്യമാകത. ഇതിൽ തന്നെ ഈ 2-ാം ശ്ലോകത്തിൽ വേണം. മാമ സാധർമ്യം, സിമിലർ ടു മീ, സിമിലാരിറ്റി, ഭഗവാനായിട്ട് സിമിലാരിറ്റി ഉണ്ടാകുന്നു. മദ്ഭാവം അധികച്ചതി. 10-ാം ശ്ലോകത്തില് ഗുണ അധികാരമായിട്ടുള്ള ഭാവം അധികച്ചതി. അപ്പൊ ഭാവം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഭഗവാന്റെ സ്വരൂപം എന്ന് വെച്ചാൽ ഭഗവാന്റെ സ്വരൂപം സച്ചിദാനന്ദമാണ്, നമ്മുടെ സ്വരൂപം സച്ചിദാനന്ദമാണ്. അപ്പൊ അവിടെ സിമിലാരിറ്റി വരുന്നു. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം ഇല്ലാതാവുന്നില്ല. ആ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭക്തി ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനുണ്ട്, ഭക്തനുണ്ട്, അതിനിടയിലുള്ള പ്രോസസ് ഉണ്ട്. അതാണ് ഭക്തി വന്നത്. അപ്പോ പ്രതിഷ്ഠ വാക്ക് അടുത്ത ശ്ലോകത്തിൽ വേണം. പ്രതിഷ്ഠ ഷെൽട്ടർ. ബലദേവ് വിദ്യാഭ്യാസമാണ്. ദാറ്റ് ഇൻ വിച്ച് സംതിങ് റിസൈഡ്സ്, ദ അൾട്ടിമേറ്റ് ഷെൽട്ടർ, ദാറ്റ് ഇൻ വിച്ച് സംതിങ് റിസൈഡ്സ്. ഏതിലാണോ ഉൾപോകുന്നത് അതാണ് അൾട്ടിമേറ്റ് ഷെൽട്ടർ. ഭഗവാനാണ് നമ്മളെല്ലാത്തിൻ്റെയും ഏറ്റവും സുപ്രീം ഷെൽട്ടർ. ഭഗവാനാണ്. എന്താ വെച്ചാൽ ദ മോസ്റ്റ് ബിലവഡ് ഒബ്ജക്റ്റ്. നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും അഭികാമ്യമായിട്ടുള്ള സബ്ജക്റ്റ്. നമുക്കറിയാം ഒബ്ജക്റ്റ്, സോറി, നമ്മൾ സാധാരണ പറയേണ്ട സെൻസ് ഒബ്ജക്റ്റിനെ പറ്റി പറയും. ഇന്ദ്രിയ വിഷയങ്ങൾ, ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയ വിഷയത്തെ പറ്റി പറയുമ്പോൾ അത് നെഗറ്റീവ് സെൻസിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് ഇതേ തന്നെ നമുക്ക് ഒരു ലവിങ് ഒബ്ജക്റ്റ്, നമുക്ക് ഒരു കാരണം നമുക്ക് ഡിസയർ ഉണ്ട്. ഭൗതിക തലത്തിൽ നമ്മൾ ഭൗതികത്തിൽ പെടുമ്പോൾ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് നമുക്ക് താല്പര്യം ഉണ്ടാവും. ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പോകും. അപ്പോൾ ഈ സമയത്ത് എന്താണ്, പ്യൂരിഫൈഡ് ആയിട്ട് ഇന്ദ്രിയങ്ങളും എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. പരിഷത് മഹാരാജാവ് പുറത്തു വന്നതിന് ശേഷം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ ഒരിക്കൽ കണ്ടിട്ടുണ്ട് ഗർഭത്തിൽ വെച്ചിട്ട്. അപ്പോൾ എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കും, എവിടെയാണ് ഭഗവാൻ. അത് മാത്രമേ നോട്ടമുള്ളൂ. അതുപോലെയാണ് നമുക്ക് എപ്പോഴും ഒരു ഒബ്ജക്റ്റിനോട്, ഒരു വിഷയത്തിനോട് എപ്പോഴും താല്പര്യം ഉണ്ടാവും. കലർപ്പുള്ള ഇന്ദ്രിയങ്ങൾ എപ്പോഴും ഭൗതികമായ വിഷയങ്ങൾ തേടും. അതേസമയം ശുദ്ധീകരിച്ച സർവോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം എന്ന് പറയുമ്പോൾ എല്ലാ ഉപാധികളും, താൻ ഇന്ത്യക്കാരന്, പാകിസ്ഥാൻകാരൻ, പുരുഷനാണ്, സ്ത്രീയാണ്, ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഉപാധികളെല്ലാം ഉപേക്ഷിച്ചിട്ട് പ്യൂരിഫൈഡ് സ്റ്റേറ്റിൽ അപ്പോൾ നമ്മൾ ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ സേവിക്കുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്, ലിബറേറ്റഡ് സ്റ്റേറ്റിലും നമ്മൾ ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല എന്ന് കാണിക്കും.
എന്തുകൊണ്ടാണ് അമൃതസ്യ കോൺക്വേർഡ് ഡെത്ത്, മരണത്തെ അതിജീവിച്ച് അവ്യയസ്യ എപ്പോഴും മാറ്റമില്ലാതെ സ്വരൂപത്തിൽ എപ്പോഴും സ്വരൂപത്തിൽ മാത്രം സ്ഥിതിയുണ്ട്. ആ സ്വരൂപം അൺചേഞ്ചിങ് ഈവൻ ആഫ്റ്റർ ലിബറേറ്റഡ്, അൺചേഞ്ചിങ് ഇൻ ഹിസ് അഫെക്ഷൻ, ഇന്റൻസ് ലവ് ഫോർ കൃഷ്ണ. അത് ഒരിക്കലും പുറത്ത് പ്രകടമായി കഴിഞ്ഞാൽ, കൃഷ്ണപ്രേമം പ്രകടമായി കഴിഞ്ഞാൽ പിന്നെ അതിൽ യാതൊരു മാറ്റവും. അത് തന്നെ കാരണം എന്തുകൊണ്ടാണ് ഇപ്പൊ ലിബറേഷനല്ലേ ഏറ്റവും വലിയ കാര്യം? ലിബറേഷൻ അല്ലേ ഏറ്റവും, അതിനപ്പുറം വല്ലതും ഉണ്ടോ ചോദിക്കാം അല്ലേ? അപ്പൊ അതാ അല്ല. എന്താണ് അടുത്ത ആരെണ്ണം പറയുന്നുണ്ട്? ശാശ്വതസ്യ ധർമ്മസ്യ സുഖസ്യ ഏകാന്തികസ്യ ച. ഷഡൈശ്വര്യം, ധർമ്മസ്യ ഷഡൈശ്വര്യങ്ങൾ ഇവിടെ ഉദ്ദേശിക്കണം. ഷഡൈശ്വര്യങ്ങളുടെ ഏകമായിട്ടുള്ള ഷെൽട്ടർ ഞാനാണ്. ഏകാന്തികസ്യ എല്ലാ രസത്തിന്റെ ഏറ്റവും രസമായിട്ടുള്ള ഏകാന്തികസ്യ സുഖസ്യ ഏകാന്തികസ്യ, ആ രസത്തിന് എല്ലാ ഏറ്റവും ഉത്കൃഷ്ടമായ രസത്തിന്റെ ഉറവിടം ഞാനാണ്. അതാണ് ഇവിടെ ശിലപ്രഭാത ബലദേവൻ കൂട്ടിയിട്ട് രസോ വൈസ രസാം ഏവാഭ്യാം ലബ്ധാവന്തി ഭവതി. ലോർഡ് ഈസ് രസ, അറ്റൈനിങ് ഹിം ദ ബോണ്ടിങ് ഓഫ് രസ വൺ ബിക്കംസ് ബ്ലിസ്ഫുൾ. ഭഗവാനെ പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് ആനന്ദം എന്താ മനസ്സിലാക്കാൻ പറ്റൂ. കാരണം ആനന്ദത്തിന്റെ ആൾ സ്വരൂപമാണ് ഭഗവാൻ. അപ്പൊ ആ ഭഗവാനെ പ്രാപിച്ചാൽ മാത്രമേ ആനന്ദം എന്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് മുക്തിയേക്കാൾ എത്രയോ മീതയാണ്. അപ്പോ ആ ഭഗവാന്റെ ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ, ആ മാർഗത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ നിലയിലെത്താം. ബാക്കി ഏതെങ്കിലും തരത്തിൽ നമ്മൾ മോക്ഷം ആഗ്രഹിക്കുകയാണെങ്കിൽ, വെറും ബ്രഹ്മത്തിൽ മാത്രം, അതിനപ്പുറം വേറെ ഒന്നുമില്ല, വ്യക്തിശൂന്യ ഭാവം അതിൽ നിൽക്കാനാണെങ്കിൽ അയാൾക്ക് ആ തരത്തിലുള്ള ആനന്ദം ഉണ്ടാവുള്ളൂ. ബ്രഹ്മസൗഖ്യം എന്നൊക്കെ പറയാം. പക്ഷേ അതൊരു എന്താണ്, ഒരു കടുകുമണി പോലെയാണ്. ഭഗവാനിൽ നിന്ന് വരുന്ന ആനന്ദം മേരു പർവ്വതമാണെങ്കിൽ ബ്രഹ്മസൗഖ്യം എന്നുള്ളത് ഒരു കടുകുമണി പോലെയാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഭക്തന്മാർക്ക് എപ്പോഴും ഭഗവാനെ തന്നെയാണ്, ഭഗവത് പ്രേമം തന്നെ പ്രധാനം. അതിന് പല മാർഗങ്ങൾ, ഏറ്റവും വലിയ മാർഗങ്ങൾ വെച്ചാൽ പറഞ്ഞ ഭഗവാന്റെ ലീലകൾ നടക്കുന്ന സ്ഥലങ്ങൾ കാണുക, ഭഗവാന്റെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുക, ലീലകൾ നടക്കുന്ന സ്ഥലം. അപ്പൊ നമ്മൾക്കെല്ലാം ആ ആഗ്രഹം ഉണ്ടാവണം. കൃഷ്ണപ്രേമത്തിൽ മുന്നേറാനുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സാധിക്കുമെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു ആ ഭാവം വിടണം. അതൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഭാവമാണ്. എപ്പോഴും ഒരു തീവ്രത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയിൽ മുന്നേറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ സ്ഥിതികളൊക്കെ ഇങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് നോക്കാം, സാധ്യമാണെങ്കിൽ വരാം എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. നമ്മുടെ പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് ഉള്ളിൽ നിന്നിട്ട് അതിനപ്പുറം കടക്കാൻ തന്നെ കഴിയില്ല എന്ന് പറയുമ്പോൾ ആ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് കാണുന്നത്. തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് പരിമിതിയും നമുക്ക് പുറത്തു വരാൻ പറ്റും, അല്ലെങ്കിൽ അതിജീവിക്കാൻ പറ്റും. സാധിക്കുമെങ്കിൽ എന്ന് വാക്ക് വഹിക്കുമ്പോൾ അതൊരു എന്താ പറയുക, തീവ്രത ഇല്ലാത്തൊരു ഭാവമാണ്. സാധിക്കണം, ഞാൻ ചെയ്യും, എനിക്ക് വേണം എന്ന് ഇന്റൻസ് ആയിട്ട് തീവ്രമായിട്ട് ചിന്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഭഗവത് പ്രേമം കിട്ടും. അപ്പോ ആ തീവ്രത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഹരേ കൃഷ്ണ. ഹരേ ബോൾ. ഹരേ കൃഷ്ണ. ജയ